ഓക്കെ. സൈക്കോളജിയുടെ 2ാം നമ്പർ ആണല്ലോ ഉദ്ദേശിച്ചത്. അല്ല, ഈസറ്റിന്റെ സെക്കൻഡ്. ആ, ആ. അങ്ങനെയുള്ള ആളുകൾ കാണും നമ്മുടെ ഉള്ളില്. അങ്ങനെയുള്ള ഒരു ചിന്താഗതി കാണും. പക്ഷെ അത് ഉണ്ടെന്ന് നമ്മൾ അറിയുന്ന പോലെ ഇത്തരം ചർച്ചയിൽ ഒരാൾ പറയുമ്പോഴായിരിക്കും അതിനെ അനുഭൂതി പിടിച്ചു കഴിയുമ്പോൾ. ഇനി നിങ്ങൾ ഇത് വിടരുത്, ഇതിനെ നശിപ്പിച്ച് കളയരുത്, ഇതേ പിടിച്ച് കയറിക്കണം. ശരി, നമുക്ക് ഇനി ഖുറാനിലേക്ക് പോകാം. 67ാമത്തെ ആയത്ത് ആണ് നമ്മൾ ഇനി പോകാൻ പോകുന്നത്. 66-ല് മനുഷ്യൻ തീരെ നന്ദി കെട്ടവനാണെന്ന് അള്ളാഹു നമ്മളോട് പറഞ്ഞപ്പോ നമ്മൾ അള്ളാഹുവിനോട് പറഞ്ഞു, അള്ളാഹുവേ ഞാൻ ഒരിക്കലും നന്ദി കെട്ടവനല്ല. അള്ളാഹുവിന്റെ അടുത്തിരുന്ന് പറഞ്ഞു, നന്ദി കെട്ടവനല്ലെങ്കിൽ നമുക്ക് പഠിച്ചവൻ നൽകിയ അനുഗ്രഹങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? തുറന്നു കാണിക്കണം. സമ്പത്ത് തന്നിട്ടുണ്ടെങ്കിൽ ചെലവഴിക്കണം. എന്ത് റിസ്ക്കാണോ പഠിച്ചവൻ തന്നിട്ടുള്ളത് അതിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യണം. ഇൽമാണെങ്കിൽ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. പിന്നെ പഠിച്ചവൻ നമുക്ക് തന്നെ കഴിവിനെ നമ്മൾ കണ്ടെത്തണം. എനിക്കൊന്നും തന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ കാഫറായി പോകരുത്. ആർക്കും ഒന്നും തരാതെ പഠിച്ചവൻ ഇവിടെ വിട്ടിട്ടില്ല. ഏതെങ്കിലും തരത്തിലുള്ള വ്യത്യസ്തമായ എന്തെങ്കിലും സ്കില്ല് തന്നിട്ടുണ്ട്, അതിനെ നമ്മൾ കണ്ടെത്തി ഡെവലപ്പ് ചെയ്ത് ഹാദാ മിൻ ഫളി റബ്ബി എഴുതി വെച്ചിരിക്കുന്നുണ്ടല്ലേ. ആളുകൾ അതിന്റെ അർത്ഥമൊന്നും ചിന്തിക്കത്തില്ല. കാറിന്റെ പുറകെയൊക്കെ ചുമ്മാ സ്റ്റിക്കർ മാത്രമായി പോയി. കണ്ടിട്ടുണ്ടോ? ഹാദാ മിൻ ഫളി റബ്ബി. ഇതാണ് നമുക്ക് വരേണ്ട പോയിന്റ്. ഏത് അനുഗ്രഹത്തെ തൊട്ടിട്ടും അതിന്റെ ഓണർഷിപ്പ് പഠിച്ചവനാണ്. ഹാദാ മിൻ ഫളി റബ്ബി, ഇതെന്റെ റബ്ബിന്റെ അനുഗ്രഹത്തിൽപ്പെട്ടതാണ്. ആ ഒരു പെർസ്പെക്റ്റീവ് എല്ലാ വിഷയങ്ങളും നോക്കി കാണണം. ഭയങ്കര രസമായിരിക്കും. പഠിച്ചവനകത്ത് ബർക്കത്ത് ചെയ്ത് തരും. അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ അതിന്റെ യഥാർത്ഥ ഉദ്ദേശത്തിലാണ് നിങ്ങൾ ഹാദാ മിൻ ഫളി റബ്ബി പറയുന്നെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? നന്ദി കാണിക്കുന്നു എന്നാണ്. അപ്പൊ കഴിഞ്ഞ ആയത്തിൽ അള്ളാഹു അവതരിപ്പിച്ചത് ഇന്നൽ ഇൻസാനല്ല കഫൂർ എന്നാണ്. കഫൂർ എന്ന് പറഞ്ഞാൽ നന്ദി കാണിക്കുന്നില്ല, മൂടി വെക്കുന്നു എന്നാണ്. അപ്പോ ശുക്ർ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നേരെ കശഫ, തുറക്കുന്നു എന്നാ. മുമ്പ് ഞാൻ പറഞ്ഞായിരുന്നു, തുറക്കുന്നു എന്നാ. അപ്പൊ അമ്മാ ബി നിഅമതി റബ്ബിക ഫഹദ്ദിസ്, നിന്റെ രക്ഷിതാവ് നിനക്ക് തന്ന നിഅമത്തുകളെ കുറിച്ച് നീ എന്ത് ചെയ്യണം? സംസാരിക്കണം. സംസാരിക്കണം. അങ്ങനെയല്ലേ? ഫഅമ്മാ ബി നിഅമതി റബ്ബിക ഫഹദ്ദിസ്. ഹദീസിനെ സംസാരിക്കണം. ജീവിതത്തിലെ അനുഗ്രഹങ്ങളെ നമുക്ക് പോസിറ്റീവ് എന്ന് പറയാൻ പറ്റുമോ, നെഗറ്റീവ് എന്ന് പറയാൻ പറ്റുമോ? പോസിറ്റീവ്. സൈക്കോളജിക്കലി അങ്ങനെ ടേംസ് പറഞ്ഞാൽ പോസിറ്റീവ്. അപ്പൊ ജീവിതത്തിലെ പോസിറ്റീവ്സിനെ കുറിച്ച് നീ സംസാരിക്കണം എന്നാണ് അള്ളാഹു പറയുന്നത്. നിന്റെ ജീവിതത്തിലെ പോസിറ്റീവുകളെ കുറിച്ച് നീ സംസാരിക്കണം. സംസാരിക്കുമ്പം 2 ടൈപ്പ് സാധനങ്ങളാണ് നിനക്കുണ്ടാകുന്നത്. ഒന്ന്, നിന്റെ ശരീരത്തിൽ തന്നെ ചില സന്തോഷത്തിന്റെ ഹോർമോൺസുകൾ ആ സമയത്ത് ആക്ടിവേറ്റ് ചെയ്യപ്പെടും. അപ്പൊ നിന്റെ ശരീരത്തിലെ പല രോഗങ്ങളും മാറും. നീ ഹാപ്പി ആണെന്ന് നിനക്ക് തന്നെ തോന്നും. നീ റിച്ച് ആണെന്ന് നിനക്ക് തന്നെ തോന്നും. അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഗ്ലാമർ പോലും, ഈവൻ സ്കിൻ ഡിസീസ് പോലും മാറും. നമ്മുടെ മുഖത്തെ ചുളിവുകൾ പോലും മാറും. നമുക്ക് പ്രായം ആകുന്ന പോലും കുറയും. എപ്പോഴും നമ്മൾ പോസിറ്റീവ്സിനെ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നാൽ. രണ്ടാമത്, ഇത് ആര് തന്നെന്നാ പറയുന്നത്? ഞാൻ നേടിയെന്ന. ഇപ്പൊ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ഒക്കെ, അമുസ്ലിമീങ്ങളായ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ഒക്കെ അവർ പറയുമ്പോൾ ഇത് എന്റെ നേട്ടമാണ്, ദിസ് ഇസ് മൈ അച്ചീവ്, നിങ്ങൾ പറയൂ, യു ക്യാൻ, ഇങ്ങനെ പറയും. അത് തെറ്റാണ്. ഖുർആൻ പഠിതാവിന് ഒരിക്കലും ദിസ് ഈസ് മൈ അച്ചീവ്മെന്റ് എന്ന് പറയാൻ പറ്റില്ല. ഹാദാ മിൻ ഫളി റബ്ബി, അങ്ങനെ പറയണം. ഞാനിപ്പോ അനുഭവിക്കുന്ന എന്റെ എല്ലാ അനുഗ്രഹങ്ങളും എന്റെ അച്ചീവ്മെന്റ്സ് അല്ല, മറിച്ച് yes. അപ്പൊ ഒന്നാമത്തെ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് നിങ്ങളിത് വേർതിരിച്ച് മനസ്സിലാവും. ഈ ആപ്പൊക്കെ ആരാ കണ്ടുപിടിച്ചല്ല. മോട്ടിവേഷൻ സ്പീക്കേഴ്സ് പറയുന്ന എന്റെ അച്ചീവ്മെന്റ്സ് ആണ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ബോഡിയിൽ എന്താവും? റിയാക്ഷൻ നടക്കും. ഞാൻ പറഞ്ഞ രീതിയിലുള്ള നല്ല നല്ല പോസിറ്റീവ് തോട്ട്സ് വരുമ്പോൾ നമ്മുടെ ശാരീരികമായി ഒരുപാട് ഗുണങ്ങൾ നമുക്കുണ്ടാവും. ടെൻഷൻ റിലീസ് ആവും. നമുക്ക് സൗന്ദര്യം കൂടും. പ്രായമാകുന്നത് കുറയും. അങ്ങനെയൊക്കെ വരും. പക്ഷെ ഒരിക്കലും എന്തായിട്ടില്ല, അതൊരു മദർ തെരേസ സിസ്റ്റം ആയിട്ടുള്ളൂ. ഭൗതികമായ ഒരു നല്ല സ്വഭാവം മാത്രമേ ആയിട്ടുള്ളൂ. കാരണം ഇതെല്ലാം ഞാൻ നേടിയതാണ് എന്ന ഇതിലേക്ക് വരും.
അപ്പൊ സ്വയം എനിക്ക് എന്നെ മറ്റുള്ളവരെക്കാൾ മികച്ചതായിട്ടൊക്കെ തോന്നും. അതിനപ്പുറത്തേക്ക് രണ്ടാമത്തെ പെർസ്പെക്റ്റീവ് ഹാദാമിൻ ഫളി റബ്ബി, എനിക്ക് എന്റെ റബ്ബ് സ്പെഷ്യലായിട്ട് എനിക്ക് തന്നതാണ് എന്ന് പറയുമ്പോൾ അത് നന്ദിയും കൂടിയാകും. പോസിറ്റീവ് പറയുമ്പോൾ ഒന്നാമത്തതിനപ്പുറത്തേക്ക് രണ്ടാമത് ശുക്രിന്റെ തലവും കൂടെ ആക്ടിവേറ്റ് ചെയ്യപ്പെടും. ശുക്രിന്റെ തലം ആക്ടിവേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ എന്റെ പൊന്നു മോനെ പഠിച്ചോൻ പറയുന്നത് ല ഇൻ ശക്കർത്തും, നീ ആ മൂഡ് ഓൺ ആക്കി കഴിഞ്ഞാൽ, ഏതാ ല ഇൻ ശക്കർത്തും, നീ നന്ദി മൂഡ് ഓൺ ആക്കി കഴിഞ്ഞാൽ ഇനി പഠിച്ചോൻ ചെയ്യാൻ പോകുന്നത് ല അസീദന്നക്കും, ഞാൻ അത് നിനക്ക് വർദ്ധിപ്പിച്ചു തരും. നീ ഇപ്പൊ അനുഗ്രഹിക്കുന്ന സ്റ്റേറ്റിൽ നിന്നും നിഅമത്ത് ഞാൻ എന്ത് ചെയ്യും, ല അസീദന്നക്കും, അപ്ഡേറ്റ് ചെയ്തു തരും, കൂടുതൽ 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 തരും. നിങ്ങൾക്ക് ഒരു അത്ഭുതം തോന്നില്ല ഇത് കേട്ടിട്ട്? എന്നാ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ പറഞ്ഞ എന്താന്ന് പറയാമോ? ഞാൻ ഇപ്പൊ പറഞ്ഞത് ആരെങ്കിലും പറയാമോ? ഫായിസാത്ത പറയട്ടെ. അതൊക്കെ അത് മാത്രമാണോ പറഞ്ഞത്? നന്ദി കാണിച്ചാൽ നമുക്ക് എന്തൊക്കെ ടൈപ്പ് ഗുണങ്ങളാണ് ഉണ്ടാകുന്നത്, എങ്ങനെയാണ് നന്ദി കാണിക്കേണ്ടത്, അതെല്ലാം പറ. എങ്ങനെയാണ് നന്ദി കാണിക്കേണ്ടത്, എന്താണ് നന്ദി എന്ന് പറഞ്ഞാൽ ഇത്രയും പറ. അല്ല, അതിപ്പോ പറഞ്ഞ തന്നെ റിപ്പീറ്റ് ചെയ്യോ ചെയ്തേ? അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ ആവൂല ഇത്താ. അതൊക്കെ പണ്ട് തൊട്ട് നമ്മൾ പഠിക്കണേ. അൽഹംദുലില്ലാ, എന്ത് അൽഹംദുലില്ലാ? അൽഹംദുലില്ലാ സുഖമാണ്, അൽഹംദുലില്ലാ. അതിനെ കുറിച്ചല്ല ഈ പറയണേ. കുറച്ചും കൂടി ഒന്ന് വിശാലമായിട്ട് ചിന്തിച്ചു നോക്ക്. ഉറക്കെ പറയാമോ? എങ്ങനെ 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 നന്ദി കാണിക്കും? എന്താണ് നന്ദി എന്ന് പറഞ്ഞ? എന്താണ് നന്ദി? വാട്ട് ഈസ് ഗ്രാറ്റിറ്റ്യൂഡ്? ആ എങ്ങനെ? കുറച്ചും കൂടെ വിശാലമാക്കാം. എനിക്ക് തോന്നി നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടില്ല, അതാണ് ഞാൻ ചോദിച്ചത്. എനിക്ക് ഷീബാത്ത കുട്ടി മുതൽ തന്നിട്ടുണ്ടെങ്കിൽ ജക്കാത്ത് കൊടുക്കണം എന്ന് പറയുന്നത് ഫർലായ കാര്യമാണ്. അത് എന്താണ് നന്ദി കാണിച്ചാലും കാണിച്ചില്ലെങ്കിലും, ഇസ്ലാം കാര്യം പാലിച്ചില്ലെങ്കിൽ സ്വർഗത്തിൽ പോകില്ല. നമ്മൾ അതിനെക്കുറിച്ചല്ല ചർച്ച ചെയ്യണേ. എക്സ്ട്രാ സാധനമാണ് ശുക്ർ. ആ അത് ശരിയാണ്. അത് എങ്ങനെയാണെന്ന് ഞാൻ ചോദിക്കുന്നത്. ഞാൻ ഇപ്പൊ പറഞ്ഞായിരുന്നല്ലോ നിങ്ങളോട് എങ്ങനെ തുറക്കണം, ഹൗ ടു ഓപ്പൺ. നിങ്ങളെ വിഷമം ഞാൻ മനസ്സിലാക്കുന്നു എല്ലാവരുടെയും. ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. ഫഅമ്മ അതാണ് എഴുതി വെക്കണമെന്ന് പറയുന്നത്. സാധനം കേട്ട് കഴിഞ്ഞാലേ നമുക്ക് തിരിച്ച് ആ അത് എങ്ങനെ, അതെ ചോദിച്ചോണ്ടിരിക്കുന്നത്. അത് പോസിറ്റീവ് പറയണം. നിങ്ങൾ ഇല്ലാ പാട്ടല്ലേ കൂടുതൽ മനുഷ്യരും പറയുന്നേ. ഇല്ലാ പാട്ട് അത് നിർത്തണം. ഇല്ല, അധികം ആളുകളും ഇല്ലാ പാട്ടിന്റെ ആളുകളാണ്. ആ അതാണ് പഠിച്ചാൻ പറഞ്ഞത്. ഫഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്. അത് പറയണം. എന്നെ കാണാൻ എന്ത് ഗ്ലാമറാണ്, എനിക്ക് കഴിവുണ്ട്, എനിക്ക് ഖുർആൻ ഓതാൻ അറിയാം, എനിക്ക് ക്ലാസ് എടുക്കാൻ അറിയാം, എനിക്ക് സുന്ദരമാണ്, ഞാൻ ഹാപ്പിയാണ്, ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിക്കുന്നുണ്ട്, ഇതെല്ലാം എനിക്ക് എന്റെ പഠിച്ചവൻ തന്നതാണ്, അൽഹംദുലില്ലാഹ്. ഈ ഒരു സാധനം ഉണ്ടാക്കിയിട്ട് മറ്റുള്ളവരോട് പറയുന്നു. ദുഃഖമില്ല, ദുരിതമില്ല. ആളുകൾ തമ്മിൽ സംസാരിക്കുമ്പോൾ നമ്മുടെ നെഗറ്റീവിനെ അങ്ങോട്ട് കുടഞ്ഞിടരുത്.
ഈ നിങ്ങൾക്കറിയാം മഹാന്മാരായ ആളുകൾ, ഇപ്പൊ ഇമാം ഹസനുൽ ബസർ റഹ്മത്തുള്ളാഹിയുടെ ഒരു കോട്ട് വായിച്ച, അദ്ദേഹം നടന്നു പോകുമ്പോൾ വേറൊരാള് വഴിസൈഡിൽ ഇരിപ്പുണ്ട്. അപ്പൊ തലയിൽ ഇങ്ങനെ ഒരു തുണി ഇങ്ങനെ വട്ടം കെട്ടിയിട്ടുണ്ട്. അപ്പൊ ചോദിക്കും, നീ എന്താ ഇങ്ങനെ കെട്ടിവെക്കുന്നത്? ഇന്നലെ ഒന്നും കണ്ടപ്പോൾ നിനക്ക് കുഴപ്പമില്ലായിരുന്നല്ലോ. അപ്പൊ എനിക്ക് തലവേദന സഹിക്കാൻ പറ്റുന്നില്ല, തലവേദനയായിട്ട് കെട്ടിവെച്ചാണ്. അപ്പൊ ഈ പറയുന്നതിന് ഈ ഒരു രീതിക്ക് എടുക്കാവുള്ളൂ, നിങ്ങൾ ഇതിനെ ശാസ്ത്രീയമായ രീതിക്ക് എടുക്കണ്ട. അപ്പൊ പുള്ളിക്കാരൻ ചോദിക്കുന്നുണ്ട്, ഹസനുൽ ബസ്രി ഇമാമ് ചോദിക്കുന്നുണ്ട്, ഇത്രയും നാളും നിനക്ക് അള്ളാഹു തലവേദന തന്നില്ലല്ലോ, ഒരു ദിവസം വന്നപ്പോ നീ ആ അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ എന്താണ്, ദാതാവിനെ വില കുറയ്ക്കുകയാണോ? അതായത് എന്റെ തലയെ തകർത്തു എന്ന് ലോകത്തെ കാണിക്കുവാണോ ഒരു ബാൻഡേജ് കെട്ടി? നിനക്ക് നന്ദി കാണിച്ചൂടെ? അതായത് തലവേദന ഇല്ലാത്തവനെ പോലെ നിന്നുകൂടെ? പെർസ്പെക്റ്റീവ് മനസ്സിലായോ? മനസ്സിലായില്ലേ മനസ്സിലായെന്ന് പറയരുത് കേട്ടോ, മനസ്സിലായില്ലേ ഇല്ലെന്ന് പറയരുത്. നോർമലി നമുക്ക് തലവേദന വന്നു പുറത്ത് കെട്ടാം. ഉം? കേട്ടില്ല, പകുതി നിർത്തി കളഞ്ഞു. എന്ന് വെച്ചാൽ അള്ളാഹു തന്നതിനെ ഇകഴ്ത്തണോ, അതാ ചോദിക്കുന്നത്. ആ, യെസ്, അത് തന്നെ. ഉം. അത് ഈ സംഭവം. യെസ്, മാഷാ അല്ലാ. ഫർസീനാക്ക് എല്ലാവരും ഒരു ക്ലാപ്പ് കൊടുക്കണേ. ഇതാണ് തഫ്ഹീം എന്ന് പറയുന്ന സാധനം. ഉള്ളിൽ ഉള്ള സാധനത്തെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം. നിങ്ങൾക്ക് എല്ലാം ഇതുണ്ട്, മനസ്സിലായിട്ടുണ്ട്, പക്ഷെ അത് ഇങ്ങനെ ഒന്ന് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി കിട്ടിക്കഴിഞ്ഞാൽ അതൊരു അനുഗ്രഹമാണ്. ഇപ്പൊ കൂടുതൽ വ്യക്തമായില്ലേ? നമുക്ക് പഠിച്ചവന് ഒരുപാട് പോസിറ്റീവ്സ് തന്നിട്ടുണ്ട്. ഈവൻ നമ്മുടെ മാതാപിതാക്കള്, നമുക്ക് കുഞ്ഞുങ്ങള്, ഹസ്ബൻഡ്, നമുക്ക് വീട്. നമ്മൾ വാടകയ്ക്കാണോ താമസിക്കുന്നത്? അല്ല, നമ്മൾ താമസിക്കുന്നവരുണ്ട്. രോഗം. ഇപ്പൊ തന്നെ മെഡിക്കൽ കോളേജിന്റെ വരാന്തയിൽ കറങ്ങുന്ന ആൾക്കാരുണ്ട് റമദാൻ ഫുള്ള്. ഒരു നോമ്പ് പോലും കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ നടത്താതെ നിത്യരോഗിയായിട്ട് തിരുവനന്തപുരത്തെ RCCയിൽ ക്യാൻസർ വാർഡിൽ പോയി, കുടുംബത്തിൽ ആർക്കെങ്കിലും ക്യാൻസർ രോഗമായിട്ട് അവിടെ പോയി കീമോ ചെയ്യാനൊക്കെ ആയിട്ട് നടക്കുന്നവരുണ്ട്. ഇങ്ങനെ പല ടൈപ്പ് ആളുകളുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് ഒരുപാട് സ്ഥലം തന്നിട്ടുണ്ട്. ഇതിനെയൊക്കെ നമ്മൾ നോർമലൈസ് ചെയ്യും. നമ്മൾ ഒരിക്കലും ഇതൊക്കെ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഇല്ലാത്തതിനെ എപ്പോഴും എന്ത് ചെയ്യും? ബോൾഡ് ചെയ്ത് വെക്കും. അതിന്റെ പേരാണ് കുഫർ. അതാണ് മുമ്പത്തെ ആയത്തിൽ പറഞ്ഞ ഇന്നൽ ഇൻസാന കഫൂർ. മനുഷ്യൻ കഫൂർ ആയി പോകുന്നത് എന്തുകൊണ്ടാണ്? ഇല്ല 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 എന്ന് എപ്പോഴും ചിന്തിക്കുന്നവരുണ്ട്. ശുക്കൂറിന്റെ തലം വരുന്നുണ്ട്, തന്നതിനെ എപ്പോഴും ബോൾഡ് ചെയ്ത് സംസാരിക്കുമ്പോഴാണ്. അതാണ് ആ ഇമാമ് ചോദിക്കുന്നത്, നിനക്ക് ശുക്രിയായ തലത്തിൽ ഇരുന്നു കൂടെ? അത് വെച്ചാൽ പ്രശ്നങ്ങളെ ഉള്ളിൽ ഒതുക്കിക്കൂടെ? പ്രശ്നങ്ങളെ ഉള്ളിൽ ഒതുക്കുന്നത് പോലും നന്ദി പ്രകടിപ്പിക്കലാണ് അള്ളാഹുവിന്. കാരണം ഇതിന് ഞാൻ സബറ് ചെയ്യുന്നു. സബറ് ചെയ്യുമ്പോൾ സബറിന്റെ തലമുണ്ട്, ശുക്രിന്റെ തലമുണ്ട്. സബറിന്റെ തലത്തിലുള്ളവരുടെ കൂടുതൽ അള്ളാഹു ഉണ്ട്, ശുക്രിന്റെ തലത്തിൽ കൂടുതലുള്ളവർ കൂടുതൽ പരീക്ഷിക്കപ്പെടും. ഞാൻ അതും കൂടെ ഒന്ന് മെൻഷൻ ചെയ്യാം. ഒരു മനുഷ്യന് അള്ളാഹു കൊടുത്തും പരീക്ഷിക്കും, കൊടുക്കാതെയും പരീക്ഷിക്കും. കൊടുക്കാതെ പരീക്ഷിക്കുന്നവന് ശുക്രല്ല ഉണ്ടാവേണ്ടത്, പിന്നെന്താ ഉണ്ടാവേണ്ടത്? സബറാണ് ഉണ്ടാവേണ്ടത്. കൊടു കൊടുത്തവന് ഉണ്ടാവേണ്ടത് സബറല്ല, ശുക്രാണ്. കാരണം അവൻ നന്ദിയാണ്. ആ നന്ദിയാണ് നേരത്തെ ഷീബാത്ത പറഞ്ഞ പോലെ, ഫായിസാത്ത പറഞ്ഞ പോലെ, മറ്റുള്ളവർക്ക് സമ്പത്താണെങ്കിൽ അത് ചെലവഴിക്കണം. എന്താണോ നമുക്ക് പഠിച്ചവൻ തന്നിരിക്കുന്ന സ്കില്ല് അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ച് അള്ളാഹ് തന്നതാണെന്ന് വിളിച്ചു പറഞ്ഞ്. ഭയങ്കര പ്രയാസമാണ് തന്നവരെ സംബന്ധിച്ചിടത്തോളം. കാരണം ഒരാൾ വീടില്ലാതെ കഷ്ടപ്പെട്ടാൽ, നമ്മുടെ മഹലിൽ ഒരാൾ പ്രശ്നം ഉണ്ടെങ്കിൽ, അവരെന്തെങ്കിലും വല്ല ആത്മഹത്യകളും ചെയ്തു കഴിഞ്ഞാൽ ആദ്യം ചോദ്യം പോകുന്നത് അവനോടല്ല. എല്ലാവരും ഓർത്തിക്കുന്ന ആത്മഹത്യ ചെയ്തവനോടാണ് ചോദിക്കുന്നതാ. ആ നാട്ടിലെ സമ്പന്നന്മാരെയാണ് പിടിക്കുന്നത്. കാരണം അവന് കടം കൊണ്ട് വലഞ്ഞ് നാട്ടുകാരുടെ മുമ്പിൽ ചോദിച്ചുകൊണ്ട് നടന്നപ്പോ നിന്റെ കയ്യിൽ നിന്റെ ആവശ്യങ്ങളും കഴിച്ച് ബാക്കി ഉണ്ടായിരുന്നല്ലോ, നീ എന്തുകൊണ്ടൊരു ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തില്ല? QR കോഡൊക്കെ നിന്റെ മുമ്പിൽ കൂടെ വന്ന് പോയതല്ലേ? അതേ സമയത്ത് സബറിന്റെ തലത്തിൽ നടക്കുന്നവരോട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും വരുന്നില്ല. കാരണം അവര് സാമ്പത്തികമായിട്ട് പിന്നോക്കമായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിഷയത്തിൽ പിന്നോക്കം. ആ വിഷയത്തിൽ അവർ അങ്ങനെ പോയാൽ മതി.
ഈ സബറിന്റെ തലത്തിൽ നടക്കുന്നവർക്ക് ശുക്രിന്റെ തലമായിട്ടുള്ളവരെ കമ്പയർ ചെയ്യുമ്പോൾ ദുനിയാവിൽ എപ്പോഴും സാക്രിഫൈസ് ചെയ്യേണ്ടവർ ഏത് വിഭാഗമായിരിക്കും? നിങ്ങളോട് ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കും, ഞാൻ തന്നെയല്ല പ്രസംഗിക്കാൻ വേണ്ടി ഇരിക്കുന്നത്, നിങ്ങൾ ആൻസർ പറയണം. ആ, അതെ. സബറിന്റെ തലത്തിൽ പോകുന്നവർക്ക് സാക്രിഫൈസ്, മറ്റേ ആളെ സംബന്ധിച്ചിടത്തോളം സാക്രിഫൈസ് ചെയ്യും അല്ല ചെയ്യേണ്ടത്. അവര് കണ്ടെത്തിയിട്ട് ശുക്ർ പ്രകടിപ്പിക്കണം. അവർ കൂടുതൽ ഫൈൻഡ് ചെയ്യേണ്ടി വരും മറ്റുള്ളവരെ കണ്ടെത്തി നന്ദി കാണിക്കാൻ വേണ്ടി. അപ്പൊ ഈ സാക്രിഫൈസ് എന്ന് പറയുന്ന ഒരു സാധനം ശുക്രിന്റെ തലത്തെ അപേക്ഷിച്ച് ഭയങ്കര പ്രയാസമോ പ്രശ്നമോ. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ നമുക്കൊരു വലിയ എനർജി നമ്മുടെ കൂട്ടത്തിൽ വരുന്നുണ്ട്. ഒരു എനർജി. അതിന് എക്സാമ്പിൾ പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനത്ത് ചെന്നു. അവിടെ രണ്ട് വിഭാഗം മുസ്ലിങ്ങളാണുള്ളത്. ഒന്ന് മുഹാജിറുകളും മറ്റൊന്ന് അൻസാറുകളും. മുഹാജിറുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കഴിഞ്ഞ ദിവസം ഹിജ്റ പഠിച്ചതാണ്. എല്ലാം ഉപേക്ഷിച്ച് പോയതാണ്. അൻസാറുകളാണ് അവിടെ പോയപ്പോൾ അവരുടെ സ്വത്തിന്റെ പകുതി, അവരുടെ വീടിന്റെ പകുതി, അവരുടെ സ്ത്രീകളെ കല്യാണം ചെയ്തു കൊടുത്തു. അങ്ങനെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത് അവരെ എല്ലാ തരത്തിലും മെന്റലി ആൻഡ് ഫിസിക്കലി സപ്പോർട്ട് ചെയ്തു. അപ്പോ പഴയ ജാഹിലിയ കാലത്ത് യുദ്ധത്തിന് പോകുമ്പം ഗനീമത്ത് എന്ന് പറഞ്ഞാൽ അറിയാം, ഗനീമത്ത് സ്വത്ത്. അതായത് തോറ്റു പോകുന്ന ആളുകളുടെ അവരുടെ സ്വത്തുകൾ, കുതിര, സ്വർണം, ഈവൻ അവിടുത്തെ പെണ്ണുങ്ങൾ, സ്ത്രീകൾ പോലും എല്ലാം അത് യുദ്ധം മുതലായിട്ടാണ് കൂട്ടുന്നത്. കാരണം അത് അടിമയാക്കാം, വിൽക്കാം, അങ്ങനെ ഒരുപാട് അന്നത്തെ കാലത്ത് നിയമങ്ങളുണ്ടായിരുന്നു. അപ്പൊ അത് ചെയ്യുന്നതിന് കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ. കൂടുതൽ ആളുകൾക്ക് നമ്മൾ കൊച്ചുപിള്ളേർ പണ്ട് സ്കൂളിൽ വിട്ട് പോകുമ്പോൾ എന്തെങ്കിലും എവിടെയെങ്കിലും ചെതറി കിടക്കുന്ന കണ്ടാൽ വാരട എന്ന് പറയും. ആരോഗ്യമുള്ളവൻ കൂടുതൽ എന്താണ് സർവൈവ് ചെയ്യാൻ പറ്റും, ബാഗിലാക്കും, വാരി അവന് കൂടുതൽ കിട്ടും എന്ന് പറയുന്ന കാഴ്ചപ്പാടായിരുന്നു പഴയകാല ജാഹിലിയ കാലത്തെ യുദ്ധം. അതുകൊണ്ടാണ് ഉഹദ് യുദ്ധത്തിൽ പോലും മുസ്ലിമുകൾ തോക്കാനുള്ള ഒരു കാരണം. സഹാബാക്കൾക്ക് ഈ ഒരു തോട്ട് മാറിയിട്ടില്ല. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയല്ല. എല്ലാ ഗനീമത്ത് സ്വത്തും നബിയുടെ മുമ്പിൽ കൊണ്ട് ഇങ്ങനെ കൂട്ടി വെക്കണം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യും? കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്യും. ഈ ഒരു സിസ്റ്റം ഇസ്ലാമിന് ശേഷം വന്നപ്പോൾ ഒരു ദിവസം ഒരു യുദ്ധത്തിന് ശേഷം ഗനീമത്ത് സ്വത്ത് എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു. അപ്പം അൻസ്വാറുകളും പാവപ്പെട്ടവരാണ്, മുഹാജിറുകളും പാവപ്പെട്ടവരാണ്, ഇവർക്ക് ആവശ്യമുണ്ട്. അപ്പൊ നബി ഇപ്പൊ എനിക്ക് തരുമായിരിക്കും എല്ലാവരും വിചാരിക്കുന്നുണ്ട്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഡിവൈഡ് ചെയ്തപ്പോൾ മുഹാജിരിങ്ങൾക്ക് കൂടുതൽ കൊടുത്തു. അവർക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ സാധനം തീർന്നുപോയി. അൻസാറുകൾക്ക് കൊടുക്കാൻ ഇല്ല. സ്വാഭാവികമായിട്ടും ഇവിടെ ശുക്രിന്റെ തലം ഓപ്പൺ ആക്കുന്നത് ആർക്കായിരിക്കും? അൻസ്വാറിനാണ്, മുഹാജിറിനാണ്? അതെ. ശുക്രിന്റെ തലത്തിലൂടെ സഞ്ചരിക്കേണ്ടവർ ആരായിരിക്കും? ആണോ? അപ്പൊ നിങ്ങൾക്ക് ശുക്രിന്റെ തലം എന്താണെന്ന് മനസ്സിലായിട്ടില്ല. അതെ, മുഹാജിറും ഗനീമത്ത് കിട്ടിയത്. അപ്പൊ അവരാണ് ശുക്രിന്റെ തലത്തിലൂടെ പോകേണ്ടവര്, മുഹാജിറുകൾ. ഇവിടെ സംബന്ധിച്ചോളം റസൂലുള്ളാഹിയോട് പരാതി പറയാണ് അൻസാറുകൾ. അള്ളാഹുവിന്റെ റസൂലെ, ഞങ്ങൾക്ക് എന്തുകൊണ്ട് തന്നില്ല? അപ്പൊ ഇതാണ് ഇവിടെ നമ്മളും കിട്ടാത്തവർ അള്ളാഹുവിനോട് ചോദിക്കണം, അള്ളാഹുവേ എനിക്ക് എന്തുകൊണ്ട് നീ തന്നില്ല? അവർക്ക് കൊടുത്തു, എനിക്ക് നീ തന്നില്ല. ഈ എന്റെ ഇതേ ചോദ്യമാണ് അൻസ്വാറുകളും കിട്ടാത്തവർ ചോദിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. അപ്പൊ സ്വാഭാവികമായിട്ടും അവർ ഏത് തലത്തിലൂടെ ആയിരിക്കും യാത്ര ചെയ്യേണ്ടത്? സബറിന്റെ തലത്തിലൂടെ. അപ്പൊ കിട്ടാത്തവര് സബറിന്റെ തലത്തിലൂടെ യാത്ര ചെയ്യണം, കിട്ടിയവര് ശുക്രിന്റെ തലത്തിലൂടെ യാത്ര ചെയ്യണം. അപ്പൊ ഇവിടെ സാക്രിഫൈസ് എന്ന് പറയുന്ന മോഡ് ആർക്കാണ് ഓൺ ആക്കേണ്ടത്? അൻസാർ. അപ്പൊ സബർ, ക്ഷമ എന്ന് പറയുന്നത് തന്നെ ത്യാഗമാണ്. ആ സാക്രിഫൈസ് ചെയ്യേണ്ടത് അൻസാറുകളാണ്. അപ്പൊ ഇവരെ സമാധാനിപ്പിക്കാൻ വേണ്ടി പരാതി പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഒരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് ഞാൻ വേണോ ഗനീമത്ത് വേണോ? നിങ്ങൾക്ക് ഞാൻ, അല്ലയോ അൻസാറുകളെ, നിങ്ങൾക്ക് ഞാൻ പോരെ? മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നേക്കാം, ഗനീമത്ത് അവരെടുത്തോട്ടെ. കാരണം അവരെ നിങ്ങളെക്കാൾ കൂടുതൽ ത്യാഗം ചെയ്ത് സ്വദേശം വിട്ടു വന്ന് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സമൂഹമാണ്. അപ്പൊ അവർക്കത് കൊടുത്തു. ഇനി അതല്ല, നിങ്ങൾക്ക് ഗനീമത്താണെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഗനീമത്ത് മൊത്തം നിങ്ങൾക്ക് ആക്കി തന്നിട്ട് ഞാൻ അങ്ങോട്ട് മാറാം. ഏത് വേണം? അൻസാറുകൾ ഒന്നടങ്കം പറഞ്ഞു, ഞങ്ങൾക്ക് ഗനീമത്ത് വേണ്ട, ഞങ്ങൾക്ക്
റസൂലുള്ള മതി, ഇനഫ്, ഞങ്ങൾക്ക് റസൂലുള്ള മതി. അപ്പോ സബറിന്റെ തലത്തിലൂടെ സഞ്ചരിക്കുന്നവർക്ക് റസൂലുള്ള ഉണ്ട്, ശുക്രിന്റെ തലത്തിലൂടെ പോകുന്നവർക്ക് റസൂലുള്ള ഇല്ല, മാടി വിളിക്കേണ്ടി വരും. എങ്ങനെ? റസൂലുള്ളാഹിയുടെ ഇഷ്ടത്തെ, ആ ഗനീമത്ത് സ്വത്തിനെ ശുക്ർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് നന്ദി പ്രകടിപ്പിക്കുന്ന ഏത് രീതിയിലാണോ, സമ്പത്താണെങ്കിൽ സമ്പത്ത് ചെലവഴിക്കുകയും പിശുക്കി വെക്കാതെയും അതിനെല്ലാം ചെയ്തിട്ട് മാടി വിളിക്കേണ്ടി വരും റസൂലുള്ളാഹിനെ. മനസ്സിലായോ? കാരണം റസൂലുള്ളാഹി ഇപ്പൊ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്ന എപ്പോഴത്താ? സബറിന്റെ തലത്തിലുള്ളവരോടാ. ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ആ, അങ്ങനെയാണെങ്കിൽ സൂറത്തുൽ ബഖറയിൽ പടച്ചോൻ തന്നെ പറയുന്നുണ്ട്, ഇന്നല്ലാഹ മഅസ്സാബിരീൻ, സബറിന്റെ തലത്തിലൂടെ പോകുന്നവരുടെ കൂട്ടത്തിൽ റസൂലുള്ളാഹി ഉള്ളതുപോലെ അള്ളാഹ് ഇരിപ്പുണ്ട്. ശുക്രിന്റെ തലത്തിലുള്ളവരുടെ കൂട്ടത്തിൽ അല്ല അള്ളാഹ് ഇരിക്കുന്നത്, സാബിരീങ്ങളുടെ കൂടെയാണ് അള്ളാഹ് ഇരിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനു ഇസ്തഈനു, നിങ്ങൾ സഹായം ചോദിക്കുക, ബിസ്സബ്ർ, സബർ കൊണ്ടും, വസ്സലാത്ത്, നമസ്കാരം കൊണ്ടും. കാരണം നിങ്ങൾക്കാണ് ഇപ്പൊ സാക്രിഫൈസ് ചെയ്യേണ്ടി വരുന്നത്. നിങ്ങളുടെ അയൽപക്കത്തുള്ള ഒരാളെ സംബന്ധിച്ചോളം ഇത്തരം ത്യാഗങ്ങളുടെ ആവശ്യമില്ല, അവർക്ക് കിട്ടിയിട്ടുണ്ട്. അവർക്ക് കിട്ടിയിട്ടാണ് നിങ്ങൾ ചോദിക്കുന്നത്. അപ്പം ഈ ത്യാഗത്തിന്റെ കൂട്ടത്തിൽ ഞാൻ വന്നിരിക്കാം, നീ എന്നെ ക്ഷണിക്കാതെ തന്നെ ഇരിക്കാം, നീ സബർ ചെയ്താൽ മതി, ഞാൻ വന്നിരിക്കാം. അപ്പൊ അള്ളാഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചോദിക്കാതെ അൻസാറുകൾക്ക് കിട്ടിയ പോലെ അള്ളാഹിനെ ചോദിക്കാതെ അള്ളാഹുവിന്റെ സാമീപ്യം സബറിന്റെ തലത്തിലുള്ളവർക്ക് കിട്ടി. ശുക്രിന്റെ തലത്തിലുള്ളവർക്ക് അള്ളാഹുവിനെ വിളിക്കണമെങ്കിൽ ആവാഹിച്ച് വിളിക്കേണ്ടി വരും, എന്ന് വെച്ചാൽ കഷ്ടപ്പെടേണ്ടി വരും. മനസ്സിലായോ? സമ്പന്നന്മാര് കഷ്ടപ്പെടേണ്ടി വരും. ഇത് മാത്രമല്ല, സ്വർഗത്തിൽ പോകുമ്പോ ആദ്യമായിട്ട് കയറുന്നവര് ശുക്രിന്റെ തലത്തിലുള്ളവരല്ലായിരിക്കും, സബറിന്റെ തലത്തിലുള്ളവരായിരിക്കും. ആദ്യമായിട്ട് കയറുന്നവര് സബറിന്റെ തലത്തിലുള്ളവരായിരിക്കും, പാവപ്പെട്ടവരായിരിക്കും. നമ്മളെല്ലാം ഇങ്ങനെ പാവപ്പെട്ടവർ ഇങ്ങനെ കയറാൻ വേണ്ടി പോകുമ്പോൾ കുറെ സമ്പന്നന്മാരവിടെ നിൽപ്പുണ്ട്. അത്യാവശ്യം ഖുർആൻ ക്ലാസ്സും നമസ്കാരവും നമ്മൾ ഖുർആൻ ക്ലാസ്സിൽ വെച്ച് അവരെ കണ്ടായിരുന്നു, തറാവീന്ന് കണ്ടായിരുന്നു, ഇടയ്ക്ക് ഉമ്രയ്ക്ക് പോയപ്പോൾ അവിടെ വെച്ച് കണ്ടായിരുന്നു, ഹജ്ജിന് പോയപ്പോൾ കണ്ടായിരുന്നു. അപ്പൊ ഇവര് നമ്മുടെ കൂടെ നന്മയിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളിങ്ങനെ ഓടുവാണ് സ്വർഗത്തിലേക്ക്. നമ്മളെന്ന് പറഞ്ഞാൽ സബറിന്റെ തലത്തിലുള്ള ആളുകൾ ഓടുവാണ്. അപ്പൊ അവരവിടെ നിൽക്കുക. അല്ല, എന്താ കാക്ക വരുന്നില്ലേ, വാ പോവാം, നമ്മളൊക്കെ ഒന്നിച്ചല്ലായിരുന്നോ? ചെറിയൊരു കേസിട്ടുണ്ട്. എന്താ? ആ പഠിച്ചോൻ പറഞ്ഞു, ഇവിടെ നെല്ല് ഒന്ന് രണ്ട് കണക്ക് ചോദിക്കാണ്ട്, നിങ്ങൾ പൊക്കോ, എനിക്ക് തരാന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഒന്ന് രണ്ട് കണക്ക് ചോദിക്കാണ്ട്. എന്താ? അവരുടെ സമ്പത്ത് എങ്ങനെ ചെലവഴിച്ചു എന്നുള്ള വിഷയത്തിലൊക്കെ അവർ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ആ സമയത്ത് പാവങ്ങളായ ആളുകളോ ഷുറെന്ന് പറഞ്ഞ അങ്ങോട്ട് പൊയ്ക്കൊണ്ടേയിരിക്കുക, ഷുർ എന്ന് പറഞ്ഞ ഓടിപ്പോയിക്കൊണ്ടേയിരിക്കുക. ജീവിതത്തിലെ സമാധാനവും കഷ്ടപ്പാടും, അമ്മായിയപ്പം പോരും, ഹസ്ബൻഡിന്റെ വിഷയങ്ങളും മക്കളുടെ വിഷയങ്ങളും ആ കുടുംബ പ്രശ്നങ്ങളെല്ലാം അനുഭവിച്ച് നെരുങ്ങി ജീവിച്ച ആളുകളെ നിങ്ങൾ സബറിന്റെ തലത്തിലാണെങ്കിൽ ഫ്രീ ആയിട്ട് കയറിപ്പോക്കോളൂ. ആകാശഭൂമിയേക്കാൾ വിശാലമായ സ്വർഗം നിങ്ങൾ കാണും. ജീവിതത്തിലെ എല്ലാ സൗകര്യങ്ങൾക്കും ഇടയിൽ വായിൽ വെള്ളിക്കരണ്ടിയായിട്ട് ജനിച്ചവനെ, നീ കാര്യം എല്ലാ കർമ്മങ്ങളും സ്വർഗത്തിൽ കയറാനുള്ള ചെയ്തിട്ടുണ്ടെങ്കിലും നിന്നെ ഒന്ന് നിർത്തി ക്വസ്റ്റ്യൻ ചെയ്യേണ്ടതുണ്ട്. പല ക്വസ്റ്റ്യനും ചോദിക്കുമ്പോൾ ഒരുപക്ഷെ നിനക്ക് സ്വർഗത്തിൽ കയറാൻ പറ്റാതെ നരകത്തിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ നീ വരും. ചിലപ്പോൾ സ്വർഗത്തിന്റെ തന്നെ ഏറ്റവും താഴത്തെ തട്ടിലായിരിക്കും നീ എത്തുന്നത്. അപ്പോഴേക്കും മറ്റേവർ നിന്നെയും ഓവർകം ചെയ്ത് ഒരുപാട് മുകളിൽ എത്തിയിട്ടുണ്ടാവണം. അതൊക്കെ ഇത്ര സുന്ദരമായിട്ടാണ് പഠിച്ചവൻ ആ വിഷയം കൊണ്ട് അവസാനിപ്പിച്ചത്. കുഫ്റും ശുക്രും ആണ് നമ്മൾ പറഞ്ഞത്. നമുക്ക് വീണ്ടും തിരിച്ചു വരാം. 67-ാമത്തെ ആയത്തില് പഠിച്ചവൻ നമ്മളോട് പറയുകയാണ്, ലി കുല്ലി ഉമ്മത്തിൻ, എല്ലാ ഉമ്മത്തുകൾക്കും, എന്നുവെച്ചാൽ എല്ലാ സമുദായങ്ങൾക്കും, എല്ലാ പ്രവാചകന്മാർ റസൂലുകൾ വന്ന സമുദായങ്ങൾക്കും, ജഅൽന മൻസക്കൻ, ഒരു മൻസക്ക് നാം ഏർപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. എന്താ മൻസക്ക് എന്ന് പറഞ്ഞാൽ? മുമ്പ് ഈ മൻസക്ക് മനാസിക് എന്ന് പറഞ്ഞായിരുന്നു, അവിടെ ബലികർമ്മം എന്നായിരുന്നു അവിടെ അർത്ഥം വെച്ച്. ഇവിടെ മൻസക്ക് എന്ന് പറഞ്ഞാല് ആരാധന മെത്തഡോളജി, ആരാധനാ രീതി. എല്ലാവർക്കും ഒരു ആരാധനാ രീതിയുണ്ട്. നാസിക്കൂഹു, അവൻ അതിനെ ഫോളോ ചെയ്യുന്നു. ഉദാഹരണം പറഞ്ഞ മുഹമ്മദി ശരീഅത്തില് 5 നേരത്തെ നമസ്കാരം നിർബന്ധമാണ്. പക്ഷെ ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ശരീഅത്തിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് 5 നേരത്തെ നമസ്കാരം ഇല്ല, അവർക്ക് വേറെ രീതിയായിരിക്കും.
ദാവൂദ് നബിയുടെ ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ വേറെ ആയിരിക്കും. അങ്ങനെ ഓരോ സമുദായത്തിലും വ്യത്യസ്തമായ ആരാധനാ രീതികളാണ്. ചിലവർക്ക് പന്നിമാംസം പലിശയും ഹലാലാണെങ്കിൽ ചിലവർക്ക് പന്നിമാംസവും പലിശയും ഹറാമായിരിക്കും. ഇങ്ങനെ വ്യത്യസ്തമായിരിക്കും. എന്താണോ അള്ളാഹു നമുക്ക് വലാ തഖറബ ഹാദിഹി ഷജറ വിലക്കപ്പെട്ട വൃക്ഷമായിട്ട് തന്നത് അതിനെ നമ്മൾ ശരീഅത്ത് വിധിയായിട്ട് അംഗീകരിക്കുക എന്നുള്ളത്. അപ്പൊ എന്തിനാണ് ഇത് പറഞ്ഞത്? ഫലാ യുനാസിഉന്നക ഫിൽ അംർ, ഈ വിഷയത്തിൽ അവർ നിന്നോട് കലഹിക്കേണ്ടതില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്നിട്ട് ആരാണ് മദീനത്തുള്ള ജൂതന്മാരും ക്രൈസ്തവരും വന്നിട്ട് പറയും, നീ ഞങ്ങളുടെ കിതാബുകളെ സത്യപ്പെടുത്തിക്കൊണ്ടാണല്ലോ സംസാരിക്കുന്നത്, മുൻ വേദഗ്രന്ഥങ്ങളെ ശരിവെച്ചുകൊണ്ട്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ഹലാലായത് പലതും നീ ഇപ്പോൾ ഹറാമായിട്ടാണല്ലോ നിന്റെ പുതിയ മതത്തിൽ അവതരിപ്പിക്കുന്നത്. ഞങ്ങൾക്ക് ഹറാമായത് പലതും നീ ഇപ്പോൾ ഹലാലാക്കിയാണല്ലോ. ഡിവോഴ്സ് ചെയ്യുക എന്നുള്ള സിസ്റ്റം ഒന്നും ക്രൈസ്തവതയ്ക്കകത്തും ജൂതനകത്തും ഇല്ല. അപ്പോൾ ഇത് ഡിവോഴ്സ് ചെയ്യുന്ന ഈ വിവാഹമോചനമൊക്കെ കൃത്യമായിട്ട് ഫസ്ഖും ഖുൽഉം തലാഖും ഒക്കെ ഖുർആനിൽ പറയുന്നുണ്ട്. അപ്പൊ ഇത്തരം വിഷയങ്ങളൊക്കെ നീ ഇവിടെ പറയുന്നുണ്ടല്ലോ, അപ്പൊ നീ പിന്നെ എന്താണ് ഞങ്ങളുടെ വേദഗ്രന്ഥത്തെ സത്യപ്പെടുത്തുന്നത്? ഇതാണ് പടച്ചവൻ പറഞ്ഞു കൊടുക്കുന്ന മറുപടി. ഫലാ യുനാസിഉന്നക ഫിൽ അംർ, അവർ ഇത്തരം വിഷയങ്ങൾ തർക്കിക്കേണ്ടതില്ല. ഓരോരോ, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഓരോരോ പ്രവാചകന്മാർക്കും ഓരോരോ വേദഗ്രന്ഥത്തിനകത്ത് ശരീഅത്ത് വിധികൾ വ്യത്യസ്തമായിരിക്കും. വദഉ ഇലാ റബ്ബിക്, നിന്റെ ഡ്യൂട്ടി എന്താണ്? ആ ശരീഅത്ത് വെച്ചിട്ട് വദഉ ഇലാ റബ്ബിക്, നിന്റെ റബ്ബിലേക്ക് നീ പ്രബോധനം ചെയ്താൽ മതി. അത്തരം വില കുറഞ്ഞ തർക്കവുമായിട്ട് നീ നിൽക്കേണ്ട ആവശ്യമില്ല, അത് ടൈം വേസ്റ്റ് ആണ്. ഇന്നക ലഅലാ ഹുദൻ മുസ്തഖീം, പുതിയ പ്രവാചനം വരുമ്പോൾ അവർക്ക് ഉൾക്കൊണ്ടാൽ മതി. അവർ ചുമ്മാ വെറും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. നബിയെ, താങ്കൾ തീർച്ചയായും ഹുദൻ മുസ്തഖീം, ശരിയായ മാർഗത്തിലും ചൊവ്വായ മാർഗത്തിലാണ്. എന്നുവെച്ചാൽ റസൂലുള്ളാഹി ഒരിക്കലും തെറ്റായ ട്രാക്കിലാണോ എന്ന് ഡൗട്ട് അടിക്കേണ്ട ആവശ്യമില്ല. അള്ളാഹ് തന്നെ ഉറപ്പ് കൊടുക്കുകയാണ്, നീ ഓൾറെഡി ഏറ്റവും ശരിയായ ട്രാക്കിലാണ് പോകുന്നത്. തർക്കിക്കാനുള്ളവർ വന്ന് തർക്കിച്ചുകൊണ്ടേയിരിക്കും, അവരോട് പറഞ്ഞു കൊടുക്കുക. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട കാര്യം എന്താ? സത്യം പറയുമ്പോൾ ആളുകൾ എന്ത് ചെയ്യും? തർക്കിക്കും. എപ്പോഴും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കേട്ടിരിക്കുന്നത് ഇങ്ങനെ അല്ലല്ലോ, ഇപ്പൊ നിന്റെ പുതിയ ഇതെന്താ, ഈ സിസ്റ്റം ഇങ്ങനെ കേട്ടിട്ടില്ലേ, ചോദിച്ചിട്ടില്ലേ? അപ്പൊ നീ എന്താ ഒരു പുതിയൊരു സിസ്റ്റം പറയുന്നു? ഒരുപാട് കണ്ടിട്ടുണ്ട്. ഒരു നാടിനെ പറയണ്ട, ഇഷ്ടംപോലെ ഉണ്ട്, നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. അപ്പൊ ഇവിടെ റസൂലുള്ളാഹി പറയാ, അള്ളാഹു ആയത്ത് അവസാനിപ്പിക്കുന്നതാണ് ലഅലാ ഹുദൻ മുസ്തഖീം, നീ ഓക്കെയാണ് മോനെ, നീ ഓക്കെ. അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, ഞങ്ങൾ കേട്ടിട്ടില്ലോ കണ്ടിട്ടില്ലെന്നോ. അത് എന്തുകൊണ്ടാണെന്ന് അടുത്ത ആയത്തിൽ പറയുന്നത് നമുക്ക് നോക്കാം. അടുത്ത ആയത്തില് അടുത്തതും പിന്നത്തെ ആയത്തിലും വൈൻ ജാദലൂക, അവർ തർക്കിക്കാൻ വരികയാണെങ്കിൽ നമ്മൾ ഏത് മോഡിലേക്കാണ് ആ സംവാദം ക്ലോസ് ചെയ്യേണ്ടതാണ് പടച്ചവൻ പറയുന്നത്. ഇത് നമ്മൾ അടിവരയിട്ട് പഠിക്കണം. നമ്മൾ ഒരാളുമായിട്ട് വിഷയങ്ങൾ, ഏത് വിഷയമായിക്കോട്ടെ, ദൈവിക വിഷയമായിക്കോട്ടെ, ഭൗതിക വിഷയമായിക്കോട്ടെ, ഒരു സംവാദം, ഡിബേറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവര് ഡിഫെൻഡ് മോഡാണ് ഓൺ ആക്കുന്നതെങ്കിൽ, ഡിഫെൻഡ് മോഡ് ഓൺ ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരിക്കലും നമ്മൾ പറയുന്ന പോയിന്റുകളെ അക്സെപ്റ്റ് ചെയ്യുകയല്ല ചെയ്യുന്നത്, റിജക്റ്റ് ചെയ്യുക ചെയ്യുന്നത്. റിജക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, നമ്മളൊരു വിഷയം പറയുമ്പോൾ അതിന് കുറച്ച് സൈക്കോളജിക്കലി കുറച്ച് ടേംസ് ഒക്കെ ഉണ്ട്. നമ്മളൊരു കാര്യം പറയുമ്പോൾ, നിങ്ങളൊരു കാര്യം നമ്മൾ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ കേട്ടിരിക്കും, അതേ സമയത്ത് ഇങ്ങനെ ഇങ്ങനെ കൈയും കെട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണെങ്കിൽ എന്താ പറയുക, ആ ഡിഫെൻഡ് മോഡിലേക്ക് പോവാണ്. ഒരിക്കലും അയാൾ നമ്മൾ പറയാനുള്ള പോയിന്റ് കേട്ടിട്ട് അതിനെ ഉൾക്കൊള്ളാനല്ല, അയാള് എങ്ങനെ ഇവനെ കൗണ്ടർ അറ്റാക്ക് ചെയ്യാം, അതിന് എന്ത് സാധനമാണ്, ആ പോയിന്റാണ് അവൻ ആലോചിക്കുന്നത്. ഈ മൈത്രേയന്റെ മൈത്രേയൻ അറിയാം, ഡു യു നോ മൈത്രേയൻ? അങ്ങനെ ഒരാളുണ്ട്, വല്ലപ്പോഴും അതൊക്കെ കാണാം. പുള്ളിക്കാരൻ അപ്പൊ ഇരിക്കുന്ന തന്നെ ഇങ്ങനെയാണ്, കൈയും കെട്ടി, അതായത് എല്ലാം ഞാൻ തികഞ്ഞതാണ്, എല്ലാം എനിക്കറിയാം, ആ രീതിയിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്തിരിക്കുന്നതാണ്, മുട്ടും കൂട്ടിച്ച് തുടയും കൈവച്ച് പറയുന്നതിനെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി. അപ്പൊ നിങ്ങളൊരു മതനിയമം നിങ്ങളുടെ വീട്ടിലുള്ളവരോട് പോലും പറഞ്ഞാൽ അവരുടെ എന്താണ് എക്സ്പ്രഷൻസ് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കും, ഇത് നിങ്ങളെ കേൾക്കാനാണോ, നിങ്ങളെ റിജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ, മറുവാദം ഉയർത്താൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നതെന്ന്. അതിലൂടെ തന്നെ നമ്മൾ ആ സിമ്പിൾസിൽ കൂടെ തന്നെ നമ്മൾ കാര്യം മനസ്സിലാക്കണം. ഈ ചർച്ച തുടരണോ, തുടർന്നിട്ട് കാര്യമുണ്ടോ എന്നൊക്കെ നമ്മൾ
മനസ്സിലാക്കണം. അപ്പൊ അള്ളാഹു പറയണം വൈൻ ജാദലൂക്ക, അവരിതിനോട് തർക്കിക്കാനാണ് വരുന്നതെങ്കിൽ കുൽ കുൽ ഫക്കുൽ, നബി താങ്കൾ അപ്പൊ പറയണം, അതായത് നീ പറയണം, നമ്മൾ ഓരോരുത്തരും പറയണം, അള്ളാഹു നമ്മളോട് നീ പറയണം, അള്ളാഹു ആലം, ഈ വിഷയത്തിൽ ഏറ്റവും നല്ല അറിയാവുന്ന ആർക്കാ? അള്ളാഹു ആലം ബിമാ തഅമലൂൻ, നിങ്ങൾ ഈ പ്രവർത്തിക്കുന്നതിനെ പറ്റി അള്ളാഹ്ക്കറിയാം. അതുകൊണ്ട് പടച്ചവനിലേക്ക് ഏൽപ്പിച്ചിരിക്കാണ്, ഞാൻ എസ്കേപ്പ് ആവുകയാണ്. കഴിഞ്ഞു. വിഷയം പറഞ്ഞിട്ട് നമ്മൾ തെളിവ് വെച്ച് അവരോട് സംസാരിക്കാൻ നോക്കുമ്പോൾ ആദ്യം തന്നെ സൂറത്തുൽ ഹജ്ജ് തുടങ്ങുന്ന ഇതാണ്, വമിനന്നാസി മൻ യുജാദിലു ഫില്ലാഹി ബിഗൈരി ഇൽമിൻ ഇൽമിൻ വലാ കിതാബിൻ മുനീർ, വ്യക്തമായ ഒരു വേദഗ്രന്ഥമോ തെളിവില്ലാതെ അവർ നിന്നോട് തർക്കിക്കാൻ വേണ്ടി വന്ന അവർ ഷെയ്ത്താനെയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പൊ പറഞ്ഞേക്കണം അള്ളാഹു ആലം, അള്ളാഹുവിന് നിങ്ങൾ പറയുന്നതിനെ പറ്റി അറിയാം, അതുകൊണ്ട് അവിടെ ചിലപ്പം പഠിച്ചവൻ ഇത് സെറ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞ് നമ്മൾ ഒഴിവാകണം. 69-ാമത്തെ ആയത്തിൽ പോയ പഠിച്ചവൻ തന്നെ ഒന്നും കൂടെ പറയുന്നുണ്ട്, അള്ളാഹു യഹ്കുമു ബൈനക്കും, നിങ്ങൾക്കിടയിൽ പടച്ചവൻ വിധി പുറപ്പെടുവിക്കും. അപ്പൊ ഒരു അന്തിമ കോടതി ഓപ്പൺ ചെയ്യാനുണ്ട്. ഇപ്പൊ ഇവിടെ കോടതികൾ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് അന്തിമ കോടതി, ഫൈനൽ ജസ്റ്റിസ് വരുന്നുണ്ട്, നീതി ജഡ്ജ്മെന്റ് ഓപ്പൺ ആകുന്ന ഒരു ദിവസമുണ്ട്. അള്ളാഹു യഹ്കുമു ബൈനക്കും യൗമൽ ഖിയാമ, അതെപ്പോഴാണ്? അന്ത്യനാളിലാണ്. ഫീമാ കുന്നും ഫീഹി യഖ്തലിഫൂൻ, നിങ്ങൾ ഈ അഭിപ്രായ വ്യത്യാസത്തിലാവുന്ന കാര്യത്തില് ഫൈനൽ നീതി നടപ്പിലാക്കേണ്ടത് ആരാണ്? നമ്മളല്ല, പഠിച്ചവനാണ്. അതുകൊണ്ട് വെയിറ്റ്, ഞാൻ പറയാനുള്ളത് പറഞ്ഞു, പക്ഷെ നിങ്ങൾ എന്നോട് തർക്കിക്കുവാണ്, അതുകൊണ്ട് ഞാൻ ഒഴിവാകുന്നു. ടൈം വേസ്റ്റ് ആക്കരുത്, വിട്ടേക്കണം. അപ്പൊ ഇവരുമായിട്ട് ലോങ് ഡിസ്കഷൻ ഒരിക്കലും ഫലം ചെയ്യില്ല, ടൈം വേസ്റ്റ് ആണ്. വളരെ ചുരുങ്ങിയ മറുപടിയാണ് കൊടുക്കേണ്ടത്. അള്ളാഹു ആലമു ബിമാ തഅമലൂൻ. എങ്ങനെയാ ചുരുങ്ങിയ മറുപടി? എങ്ങനെയാ? അതാണ് ഫൈനൽ ജഡ്ജ് അള്ളാഹ് ചെയ്തോളൂ. ഫൈനൽ ജഡ്ജ് നമ്മുടെ ഉത്തരവാദിത്തം നിർത്തി. ഇനി അത്രേ ഉള്ളൂ, പഠിച്ചവൻ ആ വിഷയം അവസാനിപ്പിച്ചു. ഇനി നമ്മളെ ഒരുപാട് പേർക്ക് സംശയമുള്ള ഒരു വിഷയത്തിലോട്ടാണ് അള്ളാഹു കൊണ്ടുപോകുന്നത്. നിങ്ങൾ അള്ളാഹുവിനെ ഒന്ന് നോക്കിക്കേ, എത്ര കാര്യങ്ങളാണ് പഠിച്ചത് നിങ്ങളെ പഠിപ്പിച്ചു തരുന്നത്. അടുത്തിരുത്തി നോമ്പ് വെച്ചിരിക്കുന്നവരെ, എന്റെ അടുത്തിരുന്ന് ഈ നട്ടുച്ചയ്ക്ക് ഖുർആൻ പഠിക്കുന്നവരെ, എന്റെ സംസാരം കേൾക്കുന്നവരെ, ഞാൻ നിങ്ങളെ വ്യത്യസ്തമായ ഒരു വിഷയത്തിലേക്ക് കൊണ്ടുപോകാം. അതായത് ഞാൻ എന്താണെന്ന് എന്നെ കുറിച്ച് ഓപ്പൺ ആക്കി തരാം. ഇപ്പൊ ഈ ഗൂഗിൾ മീറ്റിൽ ഇരിക്കുന്ന ആളുകൾക്ക് പോലും ഇനി പറയാൻ പോകുന്ന വിഷയത്തില് ഒരു 70% ധാരണയില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഒരുപാട് ആളുകൾക്ക് ഈ വിഷയം, ഇനി പറയാൻ പോകുന്ന വിഷയം അറിയില്ല. അള്ളാഹുവിനെ കുറിച്ച് ഒരു സീക്രട്ട് ഓപ്പൺ ചെയ്ത് തരാൻ പോവാണ്. നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ടോ അതോ അടുത്ത ക്ലാസ്സിൽ മതിയോ? മടുത്തോ? ഞാൻ മടുത്തോന്ന് ചോദിച്ചു. ഇല്ല, നമുക്ക് അതും കൂടെ പറയാം. നാളെ ചിലപ്പോ പറയാൻ പറ്റിയില്ലല്ലോ, മരിച്ചു പോയെന്തേ. അത് വേണം. 70-ാമത്തെ ആയത്ത്, അലം താഴം, നീ അറിയണം. അപ്പൊ പഠിച്ചോ നമ്മളോട് പറയാം എന്നെ കുറിച്ച് പഠിക്കാൻ. അന്നല്ലാഹ, തീർച്ചയായും അള്ളാഹു. മരിച്ചു പോകുന്ന പറയുമ്പോഴാണ് ഹജറാത്ത കണ്ണീരിന്റെ സ്മൈലി വിടണേ. 69 പറഞ്ഞായിരുന്നല്ലോ, അള്ളാഹു യഹ്കുമു ബൈനക്കും യൗമൽ ഖിയാമത്തി ഫീമാ കുന്തും ഫീഹി തഖ്തലിഫൂൻ, നിങ്ങൾ ഭിന്നിക്കുന്ന വിഷയത്തെ കുറിച്ച് അന്തിമ കോടതി ഓപ്പൺ ആക്കും അള്ളാഹു. അത് ഇല്ല, ഞാൻ പറഞ്ഞില്ലായിരുന്നോ? 70 പറയാൻ പോകും. നീ അള്ളാഹിനെ പറ്റി പഠിക്കണം, ചുമ്മാ ഇരുന്നിട്ടൊന്നും കാര്യമില്ല. അലം താഴം, നീ അറിയണം. അന്നല്ലാഹ, തീർച്ചയായും അള്ളാഹുവിന്, മാഫി സമാഇ വൽ അർള്. എന്താ സമാഇ വൽ അർള് എന്ന് പറഞ്ഞാൽ? ഈ അണ്ടകടാഹങ്ങളിലുള്ള സർവ്വതും അള്ളാഹു വെച്ച എല്ലാം എല്ലാം, ഇന്ന ഫീ ദാലിക ഫീ കിതാബ്, ഒരു ഗ്രന്ഥത്തിൽ പഠിച്ചവൻ എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാത്തിന്റെയും ഡേറ്റാസ്, എല്ലാത്തിൻ്റെതും. മനസ്സിലായി? ഇപ്പൊ നമ്മൾ ഈ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോ അറബിക്കടലിന്റെ ആഴന്ന് അടിയിലൂടെ ഓടുന്ന ഒരു മീൻ ഇപ്പൊ ഒരു വേറെ മീനിനെ പിടിച്ച് തിന്നാൽ അതും പഠിച്ചവൻ അറിയുന്നുണ്ട്.
ഇടയ്ക്കൊന്ന് തസ്തി ചോദിച്ച പോലെ മദ്രസ വെച്ച്. ഈ സെയിം സമയത്ത് ആമസോൺ കാട്ടിലെ ഒരു ഒരു മൃഗം മറ്റൊരു മൃഗത്തെ വേട്ടയാടി പിടിക്കുമ്പം അതിന്റെ കൺട്രോളിങ്ങും പഠിച്ചും ശ്രദ്ധിക്കുന്നുണ്ട്. ആ സെയിം സമയത്ത് ആകാശത്തിന്റെ ഹൈറ്റിൽ വട്ടമിട്ട് പറക്കുന്ന പരന്തിന്റെ ചിറകിന്റെ ഇടയിൽ പറ്റി പിടിച്ചിരിക്കുന്ന ഒരു കുഞ്ഞു ഉറുമ്പ് ഫ്രീ ആയിട്ട് പറക്കും. അതിന്റെ ഇടയിൽ കയറി എങ്ങനെയോ പെട്ടുപോയതാ. പരന്തടിക്കുമ്പോൾ അവിടെ കടിച്ചു പിടിച്ചിരിപ്പുണ്ട്. അതിനെ പോലും അറിയുന്നുണ്ട്. നിങ്ങളുടെ തലമുടിയിൽ കൂടെ ഓടുന്ന പേനിനെ പോലും, ആ പേനിന്റെ ഹാർട്ട് ബീറ്റ് പോലും ഉണ്ടെങ്കിൽ പഠിച്ചവൻ ആ സെയിം സമയത്ത് ഇരിപ്പുണ്ട്. എന്ന് വെച്ചാൽ വ്യത്യസ്തമായ 3-4 ആംഗിളിലൂടെ പോയതാ. അള്ളാഹുവിനെ അറിയാമെന്ന ഒന്നുമില്ല, ഒന്നും. 2-3 കവിതയ്ക്കകത്ത് പറയുന്നുണ്ടല്ലോ, മലർന്നു കിടന്ന് നോക്കുന്നവൻ ഒരു കുടവട്ടമല്ലയോ ആകാശത്ത് കാണുന്നുള്ളൂ. ഒരാൾ ആകാശത്തോട്ട് മലർന്നു കിടന്ന് നോക്കുക, അപ്പൊ അയാൾക്ക് എന്ത് കാണാൻ പറ്റും? ഞങ്ങളുടെ നാട്ടിൽ അയ്യന്മാരാണ്, നിങ്ങൾ വൈകുന്നേരം പോകട്ടെ രാത്രി ഇങ്ങനെ പാറപ്പുറത്ത് മലർന്നു കിടന്ന് നോക്കുമ്പോൾ നമ്മുടെ ഈ കണ്ണിനൊരു ആംഗിൾ ഉണ്ട്. മാക്സിമം ഇടത്തോട്ട് നിങ്ങളൊന്ന് ഇടത്തോട്ടൊന്ന് ഇമോട്ടിച്ച് നോക്കിയാൽ ഇടത്തോട്ട്, മുഖം നേരെ ഫോണിന്റെ നേരെയും കണ്ണൊന്ന് ഇടത്തോട്ട് വലത്തോട്ടൊന്ന് മാക്സിമം കൊണ്ടുപോയി ഇങ്ങനെ എവിടെ വരെ കാണാൻ പറ്റി? അല്ല, ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് ഫ്രെയിം കിട്ടിയില്ലല്ലോ. ഇതാണ് നമ്മുടെ ഫ്രെയിം. ഈ ഫാത്തിമാത്തെ ഇടയ്ക്ക് വന്ന് എന്തോ പറയും, ഒന്നും മനസ്സിലാവില്ല. അപ്പൊ ഷോൾഡറിന്റെ അവിടെ വരെ ഒന്നും അല്ല. എനിക്ക് ആ മദ്രസാണ്. ഞാൻ തല തിരിക്കുന്നില്ല, തല മുകളിലെ ടെറസിന്റെ ഇവിടെ കാണാൻ പറ്റും. ഞാൻ ഉയർത്തിയിരിക്കുന്നുണ്ടായിരിക്കും. എന്തായാലും പോട്ടെ. അപ്പൊ നമുക്ക് ആ ലെഫ്റ്റിലെയും റൈറ്റിലെയും ഒരു പരിധിയാണ് നമ്മുടെ ഫ്രെയിം. അതേപോലെ മുകളിലോട്ട് നോക്കിയോ, മുകളിലോട്ട് കേട്ടോ, നമ്മുടെ ആ ലാസ്റ്റ് നമ്മുടെ ഈ പിരികത്തിന്റെ ഈ ഷെയ്ഡായിരിക്കും ഇവിടെ കാണുന്നത്. താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാലും ആ സുജൂതി ചെയ്യുന്ന സ്പേസ് വരെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇതാണ് നമ്മുടെ ഫ്രെയിം, കാഴ്ചയുടെ ഫ്രെയിം. മലർന്നു കിടന്ന ഒരാൾ ആകാശത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതിനപ്പുറത്തേക്ക് തല തിരിക്കാതെ കാണാൻ പറ്റുന്നത്. അപ്പൊ ഇതിനകത്താണ് അവൻ കാണുന്ന ലോകം എന്നാണ് ആ കവി പറയുന്നത്. അനന്തമജ്ഞാതം അവർണ്ണനീയം, അനന്തം അജ്ഞാതം അവർണ്ണനീയം, ഈ ലോകഗോളം തിരിയുന്ന മാർഗം, അതിങ്കലെങ്ങാണ്ട് ഒരിടത്തിരുന്നു നോക്കുന്ന മർത്യൻ കഥയെന്തു കണ്ടു. മറ്റൊരു കവിതയാണ്. എന്നുവെച്ചാ ഒന്നും കാണാൻ പറ്റത്തില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. അള്ളാഹുവിനെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞു അന്നല്ലാഹ യഅലമു മാ ഫിസ്സമാഇ വൽ അർദ്. നീ ഉദ്ദേശിക്കുന്ന പോലെയല്ല, എല്ലാം അള്ളാഹു കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നു. ഇന്ന ദാലിക ഫീ കിതാബ്, അത് തീർച്ചയായും ഒരു കിതാബിലുണ്ട്. ഒരു എക്സാമ്പിൾ കൂടെ പറഞ്ഞാല്, എക്സാമ്പിൾസ് പറയുമ്പോഴാണ് കൂടുതൽ വ്യക്തമാകുന്നത്. കടലിന്റെ ഏറ്റവും ആഴമുള്ള ഭാഗം മറിയാന ട്രഞ്ചാ നിങ്ങൾ പറയും. കടലിന്റെ ഏറ്റവും എത്ര കിലോമീറ്റർ ആണെന്നറിയാം? ഏറ്റവും ആഴം 60 കിലോമീറ്റർ ഉണ്ടോ? മുമ്പ് നമ്മൾ ഖുറാൻ ക്ലാസ്സിൽ അവിടെ പറഞ്ഞത് അല്ലേ. ഒരു കൊമേഴ്സ്യൽ ഫ്ലൈറ്റ് പോകുന്ന ഒരു ദൂരം, അതായത് 12 കിലോമീറ്റർ ഒക്കെ നമ്മൾ ഫ്ലൈറ്റ് കാണല്ലേ മുകളിൽ, ഒരു 12 കിലോമീറ്റർ ഒക്കെയാണ് സാധാരണ ഫ്ലൈറ്റ് നമ്മുടെ വീടിന്റെ മുകളിൽ കൂടെ വന്ന് പോകുമ്പോൾ എന്തോരം കാണാൻ പറ്റും? ഒരു ഫ്ലൈറ്റ് കുഞ്ഞിതാണ്, ശരിക്കും ആ ഫ്ലൈറ്റ് എത്രയോ വലുതാണ്. അപ്പൊ ആ 12 കിലോമീറ്റർ ഹൈറ്റിൽ പറക്കുമ്പോൾ തന്നെ ചെറുതായിട്ട് കാണും. അത്രയും ദൂരം തന്നെ കടലിന്റെ ഇന്ന് കണ്ടുപിടിക്കപ്പെട്ടതിൽ ഏറ്റവും വലിയ ആഴം എന്ന് പറയുന്നത് 12 കിലോമീറ്റർ. അപ്പൊ ഒരു ഫ്ലൈറ്റ് താഴെ കൂടെ പോയി കഴിഞ്ഞാൽ, ഒരു തിമിംഗലം പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതേ മുകളിൽ നോക്കി ഇങ്ങനെ കാണാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ മുകളിൽ നിന്ന് ഫ്ലൈറ്റ്, മനസ്സിലായോ? മുകളിൽ നിന്ന് ഫ്ലൈറ്റ് പോയി ഇങ്ങനെ താഴെ. അപ്പൊ ഇത്രയും താഴെ ഒരു കാരണവശാലും എന്തെത്തൂല, സൂര്യപ്രകാശം എത്തൂല. സൂര്യപ്രകാശം വെള്ളത്തിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ തന്നെ അത് പോയി 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 കുറെ കഴിയുമ്പോൾ അത് തീർന്നു പോകും. പിന്നെ അതിന്റെ താഴത്തേക്ക് പോകും തോറും ഇരുട്ടായിരിക്കും. പിന്നെ ഇരുട്ട് താഴെ പോയി കഴിഞ്ഞാൽ ആഴക്കടലിലെ കൂരിരുട്ട് എന്ന് പറയുന്ന കൂരിരുട്ടായിരിക്കും. പിന്നെ അങ്ങോട്ട് യാത്ര ചെയ്ത സയന്റിസ്റ്റ് ഒക്കെ ഉണ്ട്. മർദ്ദം കാരണം അവരുടെ അന്തർവാഹിനി തന്നെ പൊട്ടിപ്പോവും, ഭയങ്കര മർദ്ദമായിരിക്കും. പറഞ്ഞു വന്നത്, അതിന്റെ അടിയിലേക്ക് മനുഷ്യൻ പോയി. അവിടെ പോയപ്പം സുബ്ഹാനല്ലാഹ്, അവിടെ മീനുകൾ ജീവിക്കുന്നുണ്ടെന്ന്. മീൻ, ആ മീൻ ഒരിക്കലും എന്തില്ല, പ്രകാശമില്ല, സൂര്യപ്രകാശമില്ല, അതുകൊണ്ട് നമുക്ക് കണ്ണ് കാണാൻ പറ്റത്തില്ല. അതല്ല, അപ്പൊ നോക്കിക്കഴിഞ്ഞപ്പോ ആ മീനിന്റെ നെറ്റിയിൽ തന്നെ എന്തുണ്ട്? ലൈറ്റ് ഉണ്ട്. ആ മീൻ ലൈറ്റ് കത്തിച്ചാണ് സഞ്ചരിക്കുന്നത്. സൂറത്ത് നൂറില് കഴിഞ്ഞ ദിവസം തറാവീന്ന് ഓതിയായിരുന്നു.
ആഴക്കടലിലെ കൂരിട്ട് പറഞ്ഞിട്ട് ആ പടച്ചവൻ പറയാ അള്ളാഹ് പ്രകാശം കൊടുത്തില്ലെങ്കിൽ പിന്നെ ആരാണ് അവർക്ക് പ്രകാശം ഇട്ട് കൊടുക്കാന്ന്. അത് ഉദ്ദേശിക്കുന്നത് ഹിദായത്തിന്റെ പ്രകാശമാണെങ്കിൽ പോലും ആഴക്കടലിലെ കൂരിട്ട് പറഞ്ഞപ്പോൾ പടച്ചവൻ ഇത് പറഞ്ഞ ആ മീനുകൾക്ക് അള്ളാഹു സ്വയം എന്ത് ചെയ്തു? പ്രകാശം ഇട്ട് കൊടുത്തു. ആ മീനുകൾ അതിലെ സഞ്ചരിക്കുന്നു. ഇനി ഏറ്റവും രസം എന്താണ്? ആ മീനുകളുടെ തീറ്റ എവിടെയാണെന്നറിയോ? തീറ്റ, ആ മീനുകളുടെ തീറ്റ 2 തരത്തിലാണ് പടച്ചവൻ അവർക്ക് റിസ്ക് ഒരുക്കി കൊടുക്കുന്നത്. ഒന്ന്, കടലിന്റെ മുകളില് നടുക്കടല് ഒരു സാധനം, അതിന്റെ പേര് ആൽഗ എന്നാണ്, എന്തോ ഒരു പേരുണ്ടോ, എനിക്ക് ഓർമ്മ വരുന്നില്ല. അതിങ്ങനെ പായല് പോലെ ഉണ്ടായി നിൽപ്പുണ്ട് ഇങ്ങനെ കടൽ വെള്ളത്തിന്റെ മുകളില്. അതിന് ഒരേ ഒരു ഗുണമുള്ളൂ, ഈ മീനുകളാണ് അതിനെ തിന്നുന്നത്. അപ്പൊ ഇവർക്കുള്ള തീറ്റ പടച്ചവൻ വെച്ചിരിക്കുന്നത് അത്രയും 11 കിലോമീറ്റർ മുകളിൽ വരണം. ഇവർക്ക് പ്രകാശമില്ല. അതുകൊണ്ട് തന്നെ ഇവര് രാത്രിയിലാണ് വരുന്നത്, പകലൊരിക്കലും വരില്ല. രാത്രിയില്, കാരണം മറ്റു മീനുകൾ പിടിച്ചു തിന്നും ഈ താഴേന്ന് വരുന്ന ചെറുമീനുകളെ. അതുകൊണ്ട് തന്നെ മറ്റു മീനുകൾ അവര് ഉറങ്ങാൻ വേണ്ടി പോകുന്ന, റെസ്റ്റ് എടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഇത് താഴേന്ന് വരും. എന്നിട്ട് ഈ മുകളിലുള്ള ആ ആൽഗ പോലത്തെ സാധനത്തിന്, ആൽഗ എന്നല്ല എന്റെ പേര്, അതിനെ പോലെ സെർച്ച് ചെയ്താൽ മതി, അതിനെ വന്ന് ഭക്ഷിച്ചിട്ട് തിരിച്ചു പോവുകയും ചെയ്യും. അപ്പൊ അള്ളാഹു ഇതിന്റെ റിസ്ക്കിനെ മുകളിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. ഈ സാധനത്തിനെ മനുഷ്യന്റെ ചില കടലിലെ അനാവശ്യ ഇടപെടൽ മൂലം ഈ മുകളിലുള്ള ഈ തീറ്റ നശിച്ചു പോകും. അപ്പം ഈ താഴെ ഉള്ളതിന്റെ റിസ്ക് മുകളില് ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ, കരയിലും കടലിലും മനുഷ്യൻ കരങ്ങൾ പ്രവർത്തിച്ചത് മൂലം ഫസാദ് ഉണ്ടായി എന്ന് പറയുന്നത് ഇതാണ്. ചിലതിന്റെ ഫുഡ് പോലും പോകും. അപ്പൊ നിങ്ങൾ വിചാരിക്കുക, അള്ളാഹുവേ ഈ പാവമുള്ള താഴെയുള്ള സാധനം എങ്ങനെ ജീവിക്കുന്നു, ഇത്രയും കഷ്ടപ്പെട്ട് അവിടെ വരുന്നത്. ഇനിയാണ് ഏറ്റവും വലിയൊരു അത്ഭുതം എന്ന് പറയാൻ വേണ്ടി പോകുന്നത്. ഒരു കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ച റിസിക്കിന്റെ ക്ലാസ് പറഞ്ഞപ്പം ഒരു നീലത്തിമിംഗലത്തിന് ഒരു നേരം 1.5 ടണ്ണ് മത്സ്യം വേണമെന്ന് പറഞ്ഞായിരുന്നു. ഓർമ്മയുണ്ടോ? 1500 കിലോ മത്സ്യം. ഇങ്ങനെ ഒരു ദിവസം 2 നേരമെങ്കിലും ഒരു മീൻ തിന്നുമായിരിക്കും. ഇനി ഒരു നേരം ഒരു മീൻ ഒരു ദിവസം തിന്നുണ്ടെങ്കിൽ പോലും 10 ദിവസം തന്നെ എത്ര 15,000 കിലോ മീൻ ഒരു മത്സ്യം തന്നെ വയറ്റിലാക്കുന്നുണ്ട്, തിമിംഗലം. ഇത്രയും എത്ര നീലത്തിമിംഗലങ്ങളാണ് ഈ നീലത്തിമിംഗലം. ഇനി ഈ നീലത്തിമിംഗലത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു അത്ഭുതം കൂടി പറഞ്ഞുതരാം കേട്ടോ. നീലത്തിമിംഗലം എന്ന് പറയുന്നത് സസ്തനിയാണ്. സസ്തനി എന്ന് പറഞ്ഞാൽ അറിയാവോ? സസ്തനി പ്രസവിക്കുകയും കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടുകയും കുഞ്ഞുങ്ങൾക്ക് മൈക്ക് മുലയൂട്ടുകയും ചെയ്യുന്ന ജീവിയാണ് സസ്തനി എന്ന് പറയുന്നത്. പണ്ട് സ്കൂളിൽ പഠിച്ചാൽ മറന്നു പേർക്ക് വേണ്ടി റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ. മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിക്കുന്ന കോഴി പോലത്തെ സാധനം, കോഴിക്ക് മുല വരില്ല എന്ന് പറയത്തില്ല, അപ്പൊ അതൊരിക്കലും സസ്തനി അല്ല. അപ്പോ വെള്ളത്തിൽ ജീവിക്കുന്ന ഒട്ടുമിക്ക ജീവികളും സസ്തനികളല്ല. അവര് മുട്ടയിട്ടാണ്, മീൻ മുട്ട വിരിഞ്ഞാണ് കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നത്. പക്ഷെ തിമിംഗലം എന്ന് പറയുന്ന സാധനം സസ്തനിയാണ്. തിമിംഗലം കുഞ്ഞുങ്ങളെ പ്രസവിക്കുകയും ചെയ്യുന്നുണ്ട്, മുലയൂട്ടുകയും ചെയ്യുന്നുണ്ട്. തിമിംഗലത്തെ കുറിച്ച് ഇങ്ങനെ ഒന്ന് പഠിച്ചു നോക്കിക്കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, തിമിംഗലത്തിന് കുഞ്ഞുണ്ടാവും. തിമിംഗലത്തിന് കുഞ്ഞുണ്ടാവുമ്പോ തിമിംഗലത്തിന്റെ അമ്മ തിമിംഗലത്തിന്റെ മുലയിൽ നിന്നും കുഞ്ഞു തിമിംഗലത്തിന് പാല് കുടിക്കണമല്ലോ. അപ്പൊ ഞാൻ ചിന്തിക്കുന്നതാണ്, മുലപ്പാല് വെള്ളത്തിൽ കലർന്നാൽ എന്താകും? വെള്ളത്തിൽ കലർന്നു പോകും. പിന്നെ എങ്ങനെ ഈ കൊച്ചു കുടിക്കും? അവിടെയാണ് അത്ഭുതം. തിമിംഗലത്തിന്റെ ബ്രസ്റ്റ് അള്ളാഹു സെറ്റ് ചെയ്തിരിക്കുന്നത് തന്നെ ഒരു ഷട്ടർ തുറക്കുന്ന പോലെയാണ് വയറിന്റെ അടിയില്. ചുമ്മാ അതിങ്ങനെ ഓപ്പൺ ആയിട്ട് വരുന്നില്ല. എപ്പോഴാണോ കുഞ്ഞു മുലപ്പ് സംഭവിക്കുന്നത് അപ്പൊ തന്നെ അത് ലോക്ക് തുറക്കുകയും കൃത്യമായിട്ട് അതിന്റെ വായിലേക്ക് അത് ഘടിപ്പിക്കുകയും ചെയ്യുന്നു. പിന്നെ അത് മാത്രമല്ല, മാറി നിന്ന് പാല് കുടിക്കുന്ന കുഞ്ഞുങ്ങളും ഉണ്ട്. എന്ന് വെച്ചാൽ തിമിംഗലത്തിന്റെ അമ്മയുടെ ബ്രസ്റ്റ് ഇവിടെ നിൽക്കുമ്പോൾ കൊച്ചിന്റെ വായ ഇവിടെയാണെങ്കിൽ ഈ ഗ്യാപ്പിനിടയിലൂടെ പാല് തള്ളുമ്പോൾ ഇത് വെള്ളത്തിൽ കലർന്നു പോണമല്ലോ. പോണ്ടേ? ബുദ്ധിയില്ലോ? ചിന്തിച്ചു നോക്കും. പോണം. അത് പോവാതിരിക്കാൻ വേണ്ടി അള്ളാഹു വെള്ളത്തേക്കാൾ കൂടുതൽ കൊഴുപ്പ്, അതായത് നമ്മൾ സാധാരണ മേടിക്കുന്ന കടയിൽ നിന്ന് മേടിക്കുന്ന പാലിന്റെ അകത്തെ കൊഴുപ്പ് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല കേട്ടോ, പണ്ട് വായിച്ചു 4% ആണെങ്കിൽ ഒരു 70% പാലിനകത്ത് കൊഴുപ്പിന്റെ കണ്ടന്റ് തിമിംഗലത്തിന്റെ പാലിൽ കൂടുതൽ വെച്ചിരിക്കുന്നു. എന്തുകൊണ്ട്? അവിടുന്ന്
ശക്തമായിട്ട് ചീറ്റുമ്പം അതൊരു കുഴല് പോലെ കൊച്ചിന്റെ വായിലേക്ക് വരണം, വെള്ളത്തിൽ സ്പ്രെഡായി പോവരുത്. അങ്ങനെ പഠിച്ചവൻ സെറ്റ് ചെയ്തിരിക്കുന്നു. അപ്പൊ ഇവിടെ വേറൊരു വലിയ വിഷയമുണ്ട്. നമ്മൾ കുടിക്കുന്ന മുലപ്പാലിനകത്തും നമ്മൾ കുടിക്കുന്ന പാക്കറ്റ് പാലിനകത്തും ഇത്രയും കൊഴുപ്പിന്റെ കണ്ടന്റ് കയറി വന്നു കഴിഞ്ഞാൽ നമ്മൾ മരിച്ചു പോകും. നമുക്കൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ജീവിക്കാൻ പറ്റില്ല. അപ്പൊ ഇത്രയും കൊഴുപ്പ് വെള്ളത്തിൽ കലരാതെ അള്ളാഹു അതിനുവേണ്ടി വെക്കുമ്പം തിമിംഗലത്തിന്റെ കുഞ്ഞിന്റെ ആരോഗ്യത്തെ അത് ബാധിക്കില്ലെന്ന്. സുബ്ഹാനല്ലാഹ്, അവിടുത്തെ അത്ഭുതം അതാണ്. തിമിംഗലത്തിന്റെ കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ 50 കിലോ ഉണ്ട്. 50 കിലോ അല്ലെങ്കിൽ 90 കിലോ, 100 കിലോയിൽ താഴെ ഉണ്ട് കുഞ്ഞ്. ഒരു ദിവസം കൊച്ചിന് തൂക്കം വെക്കുന്ന എത്രയാണെന്നറിയാം? 90 കിലോ പെർ ഡേ. 100 കിലോ 100 കിലോ വെച്ചാണ് തിമിംഗലം കുഞ്ഞ് പാല് കുടിക്കുമ്പോൾ വളരുന്നത്. അപ്പൊ അത്രയും വളർച്ചാ നിരക്ക് കിട്ടണമെങ്കിൽ ഇത്രയും കൊഴുപ്പുള്ള പാല് കിട്ടണം എന്ന്. എന്റെ റബ്ബേ, എത്ര നേരം ഇരുന്ന് ആലോചിച്ച് പോയെന്ന്. നമ്മൾ കുടിക്കുന്ന പോലത്തെ സാധാരണ മിൽമ പാലും സഫാ പാലെല്ലാം ചായ ആക്കി പാലാക്കി ഒരു തിമിംഗലത്തിന് കൊച്ചിന് കൊടുത്താൽ മില്ലിമീറ്റർ പോലും ആ കൊച്ചു വളരൂല. അപ്പൊ ഒരു ദിവസം 100 കിലോ വെച്ച് വളരണമെങ്കിൽ ഇത്രയും കട്ടിയുള്ള പാല് അതിന്റെ ഉള്ളിൽ ചെല്ലണം. ഇത്രയും കട്ടിയുള്ള പാലാണെങ്കിലേ വെള്ളത്തിൽ കലർന്നു പോകാതിരിക്കത്തുള്ളൂ. നോയിക്ക്, എന്താണ് പഠിച്ചവന്റെ സെറ്റിങ്സ് എന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ എവിടെ കിടക്കുന്നു, കടൽ എവിടെ കിടക്കുന്നു, അവിടുത്തെ പ്രവർത്തനങ്ങൾ എവിടെ കിടക്കുന്നു. ഞാൻ പറയുന്നത്, അള്ളാഹു ഒരു കിതാബിൽ ഇതൊക്കെ എഴുതി വെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ നിസ്സാര എഴുത്തല്ല എഴുതിയിരിക്കുന്നത്. പ്രപഞ്ചത്തെക്കുറിച്ച് പഠിച്ചാൽ അത്ഭുതമാണ്. ഇനി വിഷയത്തിലേക്ക് വരാം. താഴെ കിടക്കുന്ന, അതെ അത്ഭുതം തന്നെ, താഴെ കിടക്കുന്ന ആ ലൈറ്റുള്ള മീനുകൾക്ക് ഫുഡ് വേണമെന്ന് പറഞ്ഞല്ലോ. ഇവർക്കുള്ള ഫുഡ്, ഈ ഫുഡിനെ കുറിച്ചാണ് അടുത്ത് സംസാരിക്കാൻ പോകുന്നത്. ഡെയിലി 1500 കിലോ മീൻ തിന്നുന്ന നീലത്തിമിംഗലം നമ്മൾ ഒരു ഫുഡ് തിന്നു കഴിഞ്ഞാൽ നമ്മുടെ വയറ്റിൽ തന്നെ അത് കിടക്കും. അതെന്ത് സംഭവിക്കും? വേസ്റ്റ് ആയി പോകും. അപ്പൊ ഈ തിമിംഗലങ്ങൾ വിസർജിക്കുന്ന വിസർജനം എങ്ങോട്ടാ പോകുന്നതെന്നറിയോ? ആഴക്കടലിന്റെ അടിയിലേക്ക് പോയി താഴെ പോയിട്ട് കുന്നുകൂടും, മല പോലെ കൂടും. അതിൽ നിന്നും ഈ താഴെ കിടക്കുന്ന മീനുകൾക്ക് എല്ലാ വൈറ്റമിൻസും മിനറൽ എല്ലാ ടൈപ്പിലുള്ള പോഷകങ്ങളും അതിൻ്റെ അകത്തുണ്ട്. തിമിംഗലത്തിന്റെ എന്തിനു പറയുന്ന മറ്റേ സാധനത്തിന്റെ പേരെന്നാ? തിമിംഗലത്തിന്റെ വിസർജനത്തിന് കിട്ടുന്ന വിലപിടിപ്പുള്ള സാധനം എന്താണ്? അതുപോലത്തെ ഒരു സാധനം ഉണ്ട്, ഭയങ്കര വിലയുള്ള സാധനം. അല്ലല്ലല്ല, അത് ഇംഗ്ലീഷ് പേരാ. ആംബിപ്യൂർ എന്നൊക്കെ പറയുന്ന പോലെ. ഓർമ്മയില്ല. അപ്പം ഇത്രയും സാധനം ഇതിന്റെ വിസർജനത്തിൽ പോലും അള്ളാഹു സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വിസർജനം തിന്നാണ് താഴെ നിന്നുള്ള മീനുകൾ അള്ളാഹു റിസ്ക് സെറ്റ് ചെയ്തിരിക്കുന്നത്. കിതാബിൽ എഴുതിയിട്ടുണ്ട്. അതും ഒരു മീൻ തിന്നുന്നു, ചവച്ചരയ്ക്കുന്നു, തിമിംഗലം ജീവിക്കുന്നു, കുഞ്ഞുങ്ങളെ പോറ്റുന്നു, കൊഴുപ്പുള്ള പാല് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതിനു ശേഷം അത് അപ്പിയിടുന്നത് താഴെയുള്ള മീനുകൾ ജീവിക്കുന്നു. ഇനിയും കേട്ടോ, ഒരു ദിവസം ഒരു തിമിംഗലം ചാകും. വളരെ റെയർ ആയിട്ടാണ് തിമിംഗലം കരയിൽ വന്ന് ചാകുന്നത്. അപ്പൊ ഇത്രയും വലിയ അത് തന്നെ അംബർ ഗ്രീസ്. ഈ അസ്മാ ഗ്രീസ് എന്ന് പറയുന്ന ആരാണ്? തഹദിലാടെ ഉമ്മയാണോ? ആണോ? അസ്മാ ഗ്രീസ് അസ്മാണ്. ഓക്കെ. അപ്പൊ ഈ അംബർഗ്രീസ് ഒക്കെ തിമിംഗലത്തിന്റെ വിസർജനത്തിൽ കിട്ടുന്ന മനുഷ്യൻ പോയി കൈയിട്ട് വാരി അത് കോടി രൂപയ്ക്കാട്ടോ മാർക്കറ്റിൽ വിറ്റ് പോകുന്നത്. അപ്പൊ ഒരു ദിവസം തിമിംഗലം ചാകും. തിമിംഗലം മരിച്ചു കഴിഞ്ഞാൽ പോലും കരയില് റെയർ ആയിട്ടാണ് തിമിംഗലം വരുന്നത്. അപ്പൊ എങ്ങോട്ടാണ് പോകുന്നത്? ഇത് നേരെ വെള്ളത്തിന് അടിയിലേക്ക് പോവാം. അടിയിൽ പോയിട്ട് അവിടെ കിടന്നത് ബാക്ടീരിയ പ്രവർത്തനങ്ങൾ കൊണ്ട് പൊട്ടി അത് മറ്റു മീനുകൾക്ക് കഴിക്കാനുള്ള ഒരു ആവാസ വ്യവസ്ഥ തന്നെ രൂപപ്പെടുക. ഈ താഴെ പോയ സയന്റിസ്റ്റുകൾ പറഞ്ഞെന്താന്ന് വെച്ചാൽ, ഒരു തിമിംഗലം ചത്ത് കിടന്ന് കുറെ നാളുകൾ കിടന്ന് അത് വ്യത്യസ്തമായ പവിഴപ്പുറ്റുകളും എന്താണ് പറയുന്ന പുറ്റുകളും, കടലിനടിയിലുള്ള ഇതുണ്ടല്ലോ പവിഴപ്പുറ്റുകൾ, ആ സാധനം അതിൽ നിന്ന് ഉണ്ടാവുകയും പുതിയ ആവാസ വ്യവസ്ഥ രൂപപ്പെടുകയും പുതിയ ടൈപ്പ് മീനുകൾ അവിടെ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും. നമുക്ക് ആയത്തിലേക്ക് തിരിച്ചു വരാം. ഇങ്ങനെ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് ഇതിനെപ്പറ്റി. അലം താഴം, നീ അറിയണം.
അന്നല്ലാഹ യഅലമു മാ ഫിസ് സമാഇ വൽ അർദ്, ആകാശഭൂമികളിലുള്ള മുഴുവനും അള്ളാഹുവിന് അറിയാം. ഇന്ന ദാലിക ഫീ കിതാബ്, അത് അള്ളാഹു ഒരു ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ന ദാലിക, തീർച്ചയായും അത് അലല്ലാഹി യസീർ, പഠിച്ചവന് വെരി സിമ്പിൾ ആണ്, വളരെ എളുപ്പമാണ്. അള്ളാഹുവിനെ ഒന്ന് നോക്കിക്കേ, അള്ളാഹു എന്തെല്ലാം നോക്കുന്നുണ്ട് തന്നെ ഇടയ്ക്ക്. നമ്മൾ അള്ളാഹുവിന്റെ അടുത്ത് അള്ളാഹുവിന്റെ വലിപ്പത്തെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കിയേ. എങ്ങനെയാണ് പഠിച്ചവൻ ഈ വിഷയം കൊണ്ടുപോകുന്നത് എന്ന്. നമുക്കിവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്യാനുണ്ടല്ലോ. പഠിച്ചവൻ ഇവിടെ പറഞ്ഞത് എല്ലാം ഒരു ലൗഹുൽ, അത് ആ കിതാബിന്റെ പേര് ലൗഹുൽ മഹ്ഫൂദ് എന്നാട്ടോ. ലൗഹുൽ മഹ്ഫൂദ് ഖുർആനിൽ പറയുന്നുണ്ട്, ഫീ ലൗഹിൻ മഹ്ഫൂദ്. ലൗഹുൽ മഹ്ഫൂദിൽ പഠിച്ചവൻ അത് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മള് ജനിക്കുമ്പോ 4 കാര്യങ്ങൾ എഴുതി വെച്ചിട്ടാണ് നമ്മളെ തന്നെ ജനിപ്പിക്കുന്നത്. ഒന്ന് പറയാമോ? ഉമ്മയുടെ ഗർഭപാത്രത്തിൽ വരുമ്പോ തന്നെ റിസ്ക്, ആയുസ്, അതായത് എപ്പം മരിക്കണം, സ്വർഗം, നരകം, നരകം. ഈ 4 കാര്യങ്ങള് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അള്ളാഹു ഇതെല്ലാം മുൻകൂട്ടി ഇങ്ങനെ എഴുതി ഈ കിതാബിൽ തന്നെ. സഹീഹുൽ മുസ്ലിമിൽ വരുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അള്ളാഹു സൃഷ്ടികളെ സൃഷ്ടിക്കുന്നതിന് 50,000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എല്ലാത്തിന്റെയും ഫുൾ ഡീറ്റെയിൽസ് എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാത്തിനെയും പഠിച്ചവൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോ ഇവിടെ ഒരു ചോദ്യം വരും സ്വാഭാവികമായിട്ടും. നിങ്ങൾക്ക് വരുന്നുണ്ടോ? നിങ്ങൾക്ക് ആ ചോദ്യം വരുന്നുണ്ടോ? ആരെങ്കിലും ചോദിക്കുമോ നോക്കട്ടെ. ഒരു ക്ലാപ്പ് എടുത്തല്ലേ എല്ലാവരും ഫസ്റ്റിനാക്ക്. മാഷാ അല്ലാഹ്. ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് വേണ്ട ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ സഹാബാക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചായിരുന്നു. കുറെ ആളുകൾ യൂട്യൂബിൽ ചോദിക്കുന്നുണ്ട്, കുറെ ആളുകൾ ചോദിക്കുന്നുണ്ട്. അപ്പം ഈ ചോദ്യത്തിന് ആൻസർ നോക്കണം. പഠിച്ചവൻ എല്ലാം ഇങ്ങനെ നേരത്തെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇതൊക്കെ ചെയ്യുന്നതിന് എന്താണ് പ്രസക്തി? തെറ്റ് ഓൾറെഡി സംഭവിക്കും, നന്മ അത് ഓൾറെഡി നടക്കും. പിന്നെ എന്താണ് ഇതൊക്കെ? ഒരു ഡ്രാമ ആണോ? ഒരിക്കലുമല്ല. നസ്രുല്ലാഹിസ്ലാം അതിന്റെ മറുപടി പറഞ്ഞ യഅ്മലു ഫകുല്ലു മുയസ്സിറിൻ ലിമാ ഖലഖ ലഹു. അത് ഓരോ ആളുകളും താൻ സൃഷ്ടിക്കപ്പെട്ട ആ സംഭവം എന്താണോ അതിലേക്ക് എത്തിച്ചേരും. ഇനി ഇതിന്റെ വിശാലമായ ആൻസർ പറയാം. കണ്ണും കാതും മനസ്സും ഗൂഗിൾ മീറ്റിൽ തരിക. നിങ്ങൾ വേറെ എവിടെയും ശ്രദ്ധിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് ഇത് കിട്ടൂല. പാതി വഴിയിൽ കേൾക്കത്തിലെ ലെഫ്റ്റായി പോവാന്ന് പറയാനുള്ളൂ. നമ്മൾ ഒരു അറിവ് സ്വീകരിക്കുന്നത്, നമ്മൾ കാര്യങ്ങൾ അറിയുന്നത്, നമ്മൾ ജനിക്കുന്നത് തന്നെ 1960, 70, 80 ഇങ്ങനെ ഏതൊരു കാലത്തിലാണ്. കാലത്തിലേക്കാണ് നമ്മൾ ജനിച്ചത്. നമ്മൾ ജനിച്ചത് ഒരു കാലത്തിലേക്കാണ്. ഓക്കെ ആണോ? സാറേ എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. നമ്മൾ ഏതെങ്കിലും ഒരു, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത് ഭൂമിയിലുള്ള ഒരു വർഷത്തിലായിരിക്കും. നമ്മൾ ഇവിടെ വരുമ്പോൾ തന്നെ നമ്മളല്ല ആദം നബി. നമുക്ക് മുമ്പ് ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. നമ്മുടെ വാപ്പ ഉമ്മ ആ കാലത്തിലാണ് ജീവിച്ചത്. അപ്പൊ നമ്മളിങ്ങനെ ആ ജനിച്ച വർഷത്തിൽ നിന്ന് ഇങ്ങനെ ജീവിച്ച് മുന്നോട്ട് വരുമ്പോൾ നമുക്ക് വയസ്സ് 30, 35, 40 ആയപ്പോ നമ്മുടെ പഴയ കാലത്തിന് നമ്മൾ എന്തെന്ന് പറയും? ഭൂതകാലം എന്ന് പറയും. ഇപ്പൊ നമ്മള് ഈ ഗൂഗിൾ മീറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് എന്തെന്ന് പറയും? വർത്തമാനകാലം, പ്രസന്റ് ടെൻസ്. ഇനി അങ്ങോട്ട് സംഭവിക്കാനുള്ളത് ഭാവിയിൽ. ഈ 3 കാലങ്ങളാണ് നമ്മൾ അഭിസംബോധന ചെയ്യേണ്ടത്. ഒരു കാലത്തിൽ വന്ന് ജനിച്ചു, നാളുകൾ കഴിയുമ്പോൾ കഴിഞ്ഞുപോയ കാലങ്ങൾ ഭൂതവും, അനുഭവിക്കുന്നത് പ്രസന്റും, വരാൻ പോകുന്നത് ഭാവിയും. ഈ 3 കാലത്തിനകത്താണ് മനുഷ്യൻ എന്ന ജീവി ജീവിക്കുന്നത്. റൈറ്റ്? ഓക്കെ ആണോ? ഓക്കെ. ഇനി നമ്മുടെ ഇൽമ് കിടക്കുന്ന ഏരിയ, നമ്മൾ എന്തൊക്കെ അറിഞ്ഞു? നിങ്ങളിപ്പോ എന്തെല്ലാം അറിഞ്ഞു? അറിഞ്ഞത് ഭൂതകാലത്തെ കുറിച്ചുള്ള അറിവാണ് നമ്മുടെ ഉള്ളിൽ കിടക്കുന്നത്. കാരണം നമ്മൾ ഇന്നലെ ഞാൻ ഖുർആൻ ക്ലാസ്സിൽ കേട്ടു,
അല്ലേ? അപ്പൊ ഇന്നലെ എന്ന് പറയുമ്പോൾ ഏത് കാലമാണത്? ഏത് കാലമാണ്? നമ്മളെ എക്സ്പീരിയൻസ് കിടക്കുന്നത് മുഴുവനും ഭൂതകാലത്തിലാണ്. അതുപോലും പൂർണ്ണമായിട്ട് നമുക്ക് ഓർത്തെടുക്കാൻ കഴിയില്ല. പാതി നമ്മൾ മറന്നുപോയി. പാതി നമ്മൾ മറന്നു, എഴുതി വെച്ചതൊക്കെ കിട്ടും. അപ്പൊ അവിടെ പോലും നമ്മള് അശക്തരാണ് അറിവിന്റെ വിഷയത്തിൽ. പിന്നെ നമുക്ക് ആകെപ്പാടെ ഐഡിയ ഉള്ളത് ഇപ്പോഴാണ്, ദാ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വർത്തമാന കാലത്ത്. അവിടെ പോലും നമ്മൾ, ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളിപ്പോ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടെങ്കിൽ സെയിം സമയത്ത് അവിടെ ഒരുപാട് ബഹളങ്ങളൊക്കെ നിങ്ങളുടെ ചുറ്റുവട്ടത്ത് നടക്കുന്നുണ്ട്. നിങ്ങൾ അത് ശ്രദ്ധിക്കാൻ പോയി കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കിട്ടൂല. അപ്പം ഞാൻ പറയുന്നത് ശ്രദ്ധിക്കാൻ പോയാൽ അത് നിങ്ങൾക്ക് കിട്ടൂല. അപ്പൊ ഒരേ സമയത്ത് കേൾവി എന്ന് പറയുന്നത് പോലും ഒരു പ്രത്യേക സ്ഥലത്ത് ഒതുക്കേണ്ടി വരും. അപ്പൊ വർത്തമാന കാലത്തിൽ പോലും വളരെ കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റത്തുള്ളൂ, അറിവ് സ്വീകരിക്കാൻ പറ്റത്തുള്ളൂ. ഭൂതകാലത്തെ കുറിച്ച് ഒരൈഡിയ, ഭാവി കാലത്തെ കുറിച്ച് ഒരൈഡിയ ഇല്ല. ഭാവിയിൽ എന്ത് സംഭവിക്കാൻ പോകുന്നു എന്ന വിഷയത്തെ കുറിച്ച് നമുക്ക് അറിയാനേ പാടില്ല. അപ്പൊ നമ്മുടെ ഇൽമ്, നമ്മുടെ അറിവ് നിലനിൽക്കുന്നത് ഭൂതത്തിലും വർത്തമാനത്തിലും മാത്രമാണ്. ഓക്കെ ആണോ? ഒരു ഉദാഹരണം പറയാം. ബുധനാഴ്ച ദിവസം നമ്മൾ അറിയുന്നു, നമ്മൾ ടൗണിൽ നിൽക്കുമ്പോൾ നമ്മളോട് ഒരാൾ, അയൽവാസി പറയാണ്, എടി നിന്റെ വീടിന്റെ അടുത്തുള്ള സൈനബാത്ത രോഗിയാണ്. ഒരു ബുധനാഴ്ച ദിവസം നിങ്ങളൊരു ഇവിടെ നിന്നപ്പോ, അപ്പൊ ബുധനാഴ്ച എന്ന് പറയുന്നത് നിങ്ങൾ പ്രസന്റിലാണ് അറിവ് നിങ്ങൾക്ക് കിട്ടിയത്. വ്യാഴാഴ്ച ആയപ്പോഴേക്കും സൈനബാത്ത രോഗിയാണ് എന്നുള്ളത് ഭൂതകാലത്തിലുള്ള അറിവായി മാറി. വ്യാഴാഴ്ചയാണ് നിങ്ങൾ അറിയുന്നത് സൈനബാത്ത മരിച്ചു എന്നുള്ളത്. അപ്പൊ ബുധനാഴ്ച നിൽക്കുന്ന നിങ്ങൾക്ക് വ്യാഴാഴ്ച ദിവസം ഭാവിയാണോ, ഭൂതമാണോ, വർത്തമാനമാണോ? ഭാവി. അപ്പോ ബുധനാഴ്ച നിന്ന വ്യക്തിക്ക് വ്യാഴാഴ്ച എന്ന ഭാവിയിലെ കാര്യം അറിയില്ല. കാരണം അവൻ അവിടെ എത്തി ആ ഭാവി അവന്റെ മുമ്പിൽ വർത്തമാനമാകണം. അപ്പോൾ മാത്രമേ മരിച്ചു എന്ന് കേൾക്കത്തുള്ളൂ. ഓക്കെ ആണോ? ഇത്ര ഓക്കെ ആണല്ലോ? ഇതിനകത്ത് ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിൽ ഇനി പറയാൻ സാധനം കിട്ടത്തില്ല. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഇതാണ്, ഭാവി എപ്പോഴും നമ്മുടെ മുമ്പിൽ വർത്തമാനമായാൽ മാത്രമേ നമുക്ക് ആ കിട്ടത്തുള്ളൂ. ബാക്കി ഊഹങ്ങളാണ്. അപ്പൊ നമ്മൾ അറിവിൽ സമ്പൂർണനാണോ? അപ്പൊ ഇവിടെയാണ് ഒരു സൃഷ്ടാവും സൃഷ്ടിയും തമ്മിൽ വേർതിരിക്കാൻ പോകുന്നത്. ഒരു സൃഷ്ടാവ് ഒരു സൃഷ്ടിയെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ, എന്ന് വെച്ചാൽ അതിന്റെ കണ്ടന്റ്, ഒരു സാധനം ഉണ്ടാകൂ എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ കണ്ടന്റ് അള്ളാഹുവിനോട് ഉള്ളപ്പോൾ തന്നെ ആ സാധനത്തിന് ഭാവിയുണ്ട്. കാരണം അതിങ്ങനെ റൂഹ് പോണം, 120 ദിവസം കഴിയുമ്പം ഉമ്മയുടെ ഇവിടെ കൊണ്ട് ഇഞ്ചക്ട് ചെയ്യണം, 10 മാസം കഴിയുമ്പോൾ പ്രസവിക്കണം, അതിനുശേഷം അത് ഘട്ടം ഘട്ടമായിട്ട് വളരണം. അപ്പൊ അവന് ഭാവി ഇങ്ങനെ വരുമ്പോ ഓരോ ഭാവിയും വർത്തമാനമാകുമ്പോഴാണ് അവനത് തിരിച്ചറിയത്തുള്ളൂ, നമ്മൾ പറഞ്ഞ പോലെ. പക്ഷെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഭാവിക്ക് വേണ്ടി കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. കാരണം അള്ളാഹു അറിവിൽ സമ്പൂർണനാണ്. നമ്മൾ അറിവിൽ സമ്പൂർണനല്ലാത്തത് കൊണ്ടാണ് വ്യാഴാഴ്ച മരിക്കാൻ പോകുന്ന സൈനബാത്തായെ ബുധനാഴ്ച നമുക്ക് മനസ്സിലാകാത്തത്. എന്നാൽ അറിവിൽ സമ്പൂർണനായ ഒരു വ്യക്തിക്ക് വ്യാഴാഴ്ച എന്നൊന്നില്ല. ഇതിന്റെ പര്യവസാനം എന്താണെന്ന് അറിയണം. ഓക്കെ ആണോ? പര്യവസാനം എന്താണെന്ന് അറിയണം. ഓക്കെ. ആ പര്യവസാനം അറിയുന്നില്ല എങ്കിൽ ആ വ്യക്തി അറിവിൽ സമ്പൂർണനല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്പൊ അള്ളാഹുവിന് ഒരു വ്യക്തിക്ക് ജനിക്കുമ്പോൾ മുമ്പ് തന്നെ ആ വ്യക്തി സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്ന് അറിയത്തില്ല എങ്കിൽ അള്ളാഹു അറിവിൽ സമ്പൂർണനല്ല. അതുകൊണ്ട് അള്ളാഹു അല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. ആ അള്ളാഹു അല്ല എന്റെ അള്ളാഹു. എന്റെ അള്ളാഹു എന്ന് പറയുന്നത് ഒരു വ്യക്തി ജനിക്കുന്നതിന് മുമ്പ് തന്നെ ആ വ്യക്തിയുടെ ലാസ്റ്റ് പോയിന്റും അറിയൽ ഫർളാണ്. കാരണം അള്ളാഹുവിന് മുമ്പില് കാലമില്ല, ഭൂതമില്ല, ഭാവിയില്ല, വർത്തമാനമില്ല. ഇതുപോലും അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. ഏതാ? ഈ കാലം പോലും അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. ആ കാലത്തിന്റെ അകത്തെ ഭൂതത്തിലും വർത്തമാനത്തിലാണ് നമ്മൾ കളിക്കുന്നത്. നമ്മൾക്ക് അറിയാവുന്ന ഭാവി പോലും അള്ളാഹുവിന്റെ സൃഷ്ടിയായിരിക്കെ ആ കാലത്തെ സൃഷ്ടിച്ച അള്ളാഹുവിന് കാലം ഒരു തടസ്സമല്ല.
ഭാവി അറിയാൻ. ഇപ്പൊ സാഹിറയുടെ ഭാവി അറിയണമെങ്കിൽ കാലം ഒരു തടസ്സമാണ്. കാരണം അടുത്ത വർഷം 2027 സാഹിറയുടെ ഭാവി എന്താണെന്ന് കാലം ഒരു തടസ്സമാണ്. അപ്പൊ കാലത്തിന് മുമ്പേ സഞ്ചരിക്കാൻ പറ്റുമെങ്കിൽ സാഹിറാക്ക് അറിയാം. അള്ളാഹുവിന് അങ്ങനെയല്ല, കാലം തടസ്സമല്ല, കാലത്തിൽ വെച്ചല്ല അള്ളാഹു. സോ അള്ളാഹു ത്രികാലജ്ഞാനിയാണ്. ഭൂതം ഭാവി വർത്തമാനത്തെ കുറിച്ച് അറിയാം. ഓക്കെ ആണോ? ഓക്കെ. അപ്പോ ഭൂമിയില് ഫർസീന എന്നൊരു കുഞ്ഞ് ജനിക്കുവാണ്. ഈ ഫർസീന എന്നൊരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഫർസീനയുടെ മാതാവായ ഫാത്തിമാത്താക്ക് ആശങ്കയാണ്, അങ്കലാപ്പാണ്. എന്റെ കൊച്ചിന്റെ ഭാവി എന്താകും, ഫർസീന പഠിക്കുമ്പോൾ ഞാൻ എന്താകും? ഇത് നമ്മൾ മനുഷ്യ ലെവലിൽ ചിന്തിക്കുക. പക്ഷെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന് അറിവുണ്ട് ഫർസീനയുടെ ലാസ്റ്റ് പോയിന്റ് എന്താണെന്ന്. ഇവിടെയാണ് അടുത്ത ചോദ്യം. അങ്ങനെയാണെങ്കിൽ എന്റെ ലാസ്റ്റ് പോയിന്റ് അള്ളാഹ്ക്ക് അറിയാം എന്ന് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായില്ലേ? സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്ന് പോലും, തെറ്റ് ചെയ്യുമോ തെറ്റ് ചെയ്യില്ലയോ എന്ന് പോലും അള്ളാഹ്ക്ക് അറിയാമെന്ന് മനസ്സിലായോ? നിങ്ങളെ കുറിച്ച് മനസ്സിലായി. ഇനി അടുത്തത്, നിങ്ങൾ അങ്ങനെയാണ് ഫർസീന അടുത്ത നിമിഷം എന്താണ് പ്രവർത്തിക്കാൻ പോകുന്നത് എന്ന് അള്ളാഹുവിന് അറിയാവുന്ന കാര്യം ഫർസീനക്ക് അറിയാമോ? ഒന്നും കൂടെ ഞാൻ അള്ളാഹുവിനെ അല്ല ചോദിക്കുന്നത്, വ്യക്തിയില്ല. ഒന്നും കൂടെ ആവർത്തിക്കാം. ഫർസീന നാളെ ചെയ്യാൻ പോകുന്ന, നാളെ ഫർസീനയുടെ മുമ്പിൽ ഒരു തെറ്റും നിപ്പുണ്ട്, ഒരു ശരിയും നിപ്പുണ്ട്. അപ്പൊ നാളെ ഞാൻ ഒരു തെറ്റ് ചെയ്യാൻ പോകുന്നു എന്ന് അള്ളാഹ്ക്ക് ഇന്നേ അറിയാം എന്ന് ഫർസീനക്ക് അറിയാമോ? ഇല്ല, അറിയില്ല. ഉറപ്പല്ലേ? അറിയാമോ? അള്ളാഹ് കൊണ്ടുവരാതെ, അള്ളാഹുവിനെ അറിയാതെ നമ്മൾ പറഞ്ഞല്ലോ ഫർസീനയിലേക്ക് വാ. അള്ളാഹുവിനെ അറിയാതെ ഫർസീനക്ക് അറിയാം. അള്ളാഹു എന്താ അറിഞ്ഞു വെച്ചിരിക്കുന്ന ഫർസീനക്ക് അറിയാമോ? ഇല്ല. ആ, ഓക്കെ. അപ്പൊ ഫർസീനയുടെ മുമ്പില് ഒരു തെറ്റും നിൽക്കുന്നു, ഒരു ശരിയും നിൽക്കുന്നു. ഞാൻ ഏത് തെറ്റാണ് ചെയ്യാൻ പോകുന്നത് എന്ന് തീരുമാനിക്കുന്നത് ഫർസീനാണ്, അള്ളാഹു അല്ല. പക്ഷേ ഫർസീന എന്തേ ചെയ്യത്തുള്ളൂ എന്ന് അള്ളാഹ്ക്ക് അറിയാം. ആ അറിവ് ഫർസീനക്ക് അറിയാമെങ്കിലാണ് ഫർസീനക്ക് പ്രശ്നം വരുന്നത്. അതനുസരിച്ചല്ലേ ഞാൻ പ്രവർത്തിക്കത്തുള്ളൂ, ഞാൻ ഓട്ടോമാറ്റിക് മോഡിലല്ലേ. അപ്പൊ നമ്മൾ ഇവിടെ ഓട്ടോമാറ്റിക് മോഡിലല്ല, മാനുവൽ മോഡിലാണ്. കാരണം നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മളാണ് തിരഞ്ഞെടുക്കുന്നത് തെറ്റുകളെയും ശരികളെയും. അള്ളാഹുവിന്റെ അറിവിൽ പൂർണ്ണനായതുകൊണ്ട് മാത്രം അത് അള്ളാഹ് അറിഞ്ഞു വെച്ചിരിക്കുന്നു എന്ന് മാത്രം. അതൊരിക്കലും അള്ളാഹ് നമ്മുടെ മുമ്പിൽ അത് ഓപ്പൺ ചെയ്ത് തന്നിട്ടില്ല. സോ നിന്റെ വഴി തിരഞ്ഞെടുക്കുന്നത് നീ തന്നെയാണ്. പക്ഷേ മുൻപ് ഒരു കിതാബിൽ എഴുതിയതനുസരിച്ച് മാത്രമേ നീ തിരഞ്ഞെടുക്കത്തുള്ളൂ. അപ്പൊ നീ തിരഞ്ഞെടുത്തതിന് ശേഷം നിനക്ക് വാദിക്കാൻ ഒക്കില്ല, ഇത് നീ മുമ്പ് തന്നെ എഴുതിയത് കൊണ്ട് ഞാൻ തിരഞ്ഞെടുത്തതല്ലേ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഞാൻ എന്താണ് എഴുതിയെന്ന് നിനക്കറിയില്ലല്ലോ എന്ന് അള്ളാഹു പറയും. ഓക്കെ അല്ലേ? അത് തന്നെ, അതാണ് അറിവ്. കാരണം അറിവുണ്ടെങ്കിൽ തന്നെ എന്താണ് സെലക്ട് ചെയ്യാൻ പോകണമെന്ന് അറിയാം. ഇതൊരിക്കലും അള്ളാഹു അടിമയോട് ചെയ്യുന്ന ദ്രോഹമല്ല. എല്ലാത്തിനെ കുറിച്ചും അറിയാവുന്ന അള്ളാഹുവിന്റെ അറിവാണ് ഈ പറഞ്ഞു തന്നത് കിതാബിൽ. ആളുകൾ ഇതിനെ കൂട്ടിക്കൊഴിക്കും, ഈ ഖദറിനെ, ഖദറിനെ കൂട്ടിക്കൊഴിക്കും. അതുകൊണ്ട് ഒരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. അള്ളാഹുവിന്റെ അറിവാണ്, പൂർണ്ണതയാണ് എല്ലാത്തിനെ കുറിച്ചുള്ള അറിവ്. പക്ഷെ നമുക്കറിയില്ല നമ്മളെ കുറിച്ച് എന്താണ് പടച്ചവൻ അറിഞ്ഞു വെച്ചിരിക്കുന്നതെന്ന്. അപ്പൊ നമുക്കിവിടെ ആഗ്രഹമുള്ളത് സ്വർഗമാണോ നരകമാണോ? സോ അപ്പൊ ഇവിടെ അടുത്ത ഇതാണ്, അള്ളാഹ് എന്നെ കുറിച്ച് എന്തും അറിഞ്ഞു വെച്ചോട്ടെ, അള്ളാഹ് എന്നെ കുറിച്ച് എന്തും അറിഞ്ഞു വെച്ചോട്ടെ, ഞാൻ സ്വർഗത്തിന് വേണ്ടി പ്രവർത്തിക്കാം. എന്നെ റസൂലുള്ളാഹി പഠിപ്പിച്ചു തന്ന രീതിയിൽ ഞാൻ സ്വർഗത്തിന് വേണ്ടി പ്രവർത്തിക്കാം. അപ്പോൾ ഞാൻ അള്ളാഹുവിന്റെ അറിവിന്റെ ലാസ്റ്റ് പോയിന്റിൽ എവിടെയാണോ ഞാൻ എത്തുന്നത് അവിടെ തന്നെ ഞാൻ എത്തും. അപ്പൊ നിങ്ങൾക്ക് ടെൻഷൻ വേണ്ട. നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും അള്ളാഹ് നരകമാണ് എഴുതി വെച്ചിരുന്നെങ്കിൽ നരകത്തിലല്ലേ എത്തത്തുള്ളൂ എന്ന് നിങ്ങൾ ചോദിക്കണ്ട. കാരണം അള്ളാഹു നരകമാണോ സ്വർഗമാണോ എഴുതി വെച്ചിരിക്കുന്നത് നമുക്ക് അറിയില്ല. നമ്മളോട് പ്രവർത്തിക്കാനാണ് പറഞ്ഞത്. നമ്മൾ പ്രവർത്തിക്കുമ്പോൾ പഠിച്ചോ നമുക്ക് സ്വർഗം തരും. കാരണം നമ്മൾ പ്രവർത്തിക്കും എന്ന് പോലും പഠിച്ചവൻ അറിയായിരുന്നു. ഇപ്പൊ ഒരു ചെറിയ ക്ലാരിറ്റി കിട്ടിയോ?
ചോദിക്കോളൂ. ഉം, 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 ഉം. അറിയാം. ഉം. അല്ല, അവിടെയും ഒരു അള്ളാഹ് ഉദ്ദേശിക്കുന്നവരെ ഹിദായത്തിലാക്കും, അള്ളാഹ് ഉദ്ദേശിക്കുന്നവരെ വഴിപിഴവിലാക്കാതെ ആയത്തുകളുടെ അർത്ഥം വെച്ചതിന്റെ വിഷയമാണ്. അങ്ങനെ വരുമ്പോൾ ചില ആളുകൾക്ക് പഠിച്ചവൻ എന്തോ കൂടുതൽ കോൺസെപ്റ്റ്, കൂടുതൽ കൺസിഡറേഷൻ കൊടുക്കുന്നു. ചില ആളുകളെ പഠിച്ചവൻ എന്ത് ചെയ്യുന്നില്ല, ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ തന്നെ നമ്മുടെ ഈ ഫ്രീ വിൽ എന്ന് പറയുന്ന സാധനത്തിന് നീതി നടപ്പിലാകാതെ പോയില്ലേ. പഠിച്ചവൻ ഉദ്ദേശിച്ചവർക്ക് എന്ത് ചെയ്തു, ഹിദായത്ത് കൊടുത്തു. പഠിച്ചവൻ ഉദ്ദേശിക്കാത്തവർക്ക് ഹിദായത്ത് കൊടുത്തില്ല. ഇങ്ങനെയല്ല. ഹിദായത്ത് എന്ന് പറയുന്നത് ഒരു മഴയായിട്ട് സങ്കല്പിക്കുക. ആ മഴ വന്നു, നമ്മുടെ മണ്ണിൽ വീണു. മഴ എന്ന് പറയുന്നത് മണ്ണിൽ വന്ന് വീഴുമ്പം നല്ല നല്ല സാധനങ്ങൾ കിളിർക്കുവാൻ വേണ്ടിയിട്ടാണ്. മണ്ണിനെ ഒരുക്കേണ്ടത് കാടും പള്ളയും വെട്ടിക്കളഞ്ഞ് മഴയെ ഉപയോഗപ്പെടുത്തേണ്ടത് നമ്മളാണ്. ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ നല്ല പൂക്കളും നല്ല കായ്കനികളും ഉണ്ടാവും. ശ്രദ്ധിക്കാതെ വളർത്തുന്നവർക്ക് ആമസോൺ മരങ്ങൾ മാത്രമേ അതൊന്നും ഉണ്ടാവത്തുള്ളൂ. അപ്പൊ ഹിദായത്തിന്റെ ആ ഒരു ന്യൂസ്, ഇൻഫോർമേഷൻ എല്ലാവരിലും എത്തുന്നുണ്ട്. ആരാണോ അതിനെ തർക്കിക്കാതെ നമ്മൾ സ്ട്രൈറ്റ് ബുദ്ധിയോടുകൂടി ഇടത്തോട്ടും വലത്തോട്ടും ഇല്ലാതെ അതിനെ എടുക്കുന്നത്. കാരണം ഇത് ഉള്ളിലൊരു പ്രോഗ്രാം ഉണ്ട്, ആത്മാവിന്റെ ഷഹാദത്ത്. വെളിയിൽ നിന്ന് വരുമ്പം ലോജിക്കലി തന്നെ ചിന്തിക്കും, ഇത് ശരിയാണല്ലോ, ഇത് തള്ളിക്കളയാൻ പറ്റാത്തതാണല്ലോ, ഇവർ പറയുന്നതിൽ തെളിവുണ്ടല്ലോ, അങ്ങനെ അതിനെ എടുക്കുകയാണ് ചെയ്യേണ്ടത്. അതേ സമയത്ത് മുൻധാരണയോട് എടുക്കുമ്പോൾ അത് തീരുമാനിക്കും. അപ്പൊ മനുഷ്യനാണ് മനുഷ്യന്റെ കുഴി തോണ്ടിയത്. അപ്പൊ ഫർസീന ചോദിച്ചപ്പോൾ ഒരാൾ തെറ്റിൽ തന്നെ ജീവിച്ചു. തെറ്റിൽ തന്നെ ജീവിച്ചത് അയാളാണ്. അയാൾ ബോധപൂർവം ജീവിച്ചതാണ്. ഒരു ദിവസം അയാളുടെ മുമ്പിൽ സത്യം വന്നു, അയാൾ തിരഞ്ഞെടുത്തും അയാൾ തന്നെയാണ് തിരഞ്ഞെടുത്തത്. പക്ഷെ അള്ളാഹു ഉദ്ദേശിക്കുന്നത് കൊണ്ടാണെന്ന് പറയുന്നത്, അള്ളാഹുവിന് മുമ്പ് തന്നെ ഇതിനെക്കുറിച്ച് ഉദ്ദേശം വേണം. അപ്പോഴല്ലേ അള്ളാഹ് ആവുന്നുള്ളൂ. അല്ലെ അള്ളാഹുവിന് ഉദ്ദേശമില്ല. അള്ളാഹുവിന് ഉദ്ദേശമില്ല എങ്കിൽ പടച്ചവന്റെ ക്വാളിറ്റി അവിടെ താഴ്ന്നു പോവുകയാണ്. ആ ഒരു വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണ്ടേ. ഇനി ഒന്ന് രണ്ട് ഹദീസുകളും കൂടെ പറയാം. അപ്പൊ ഇവിടെ നിങ്ങൾ ഇതിനകത്ത് വേറെ എന്തെങ്കിലും ചോദ്യം നിങ്ങൾക്ക് വരാനുണ്ടോ? ഒരു ചോദ്യം കൂടെ നിങ്ങൾക്ക് വരണമല്ലോ സ്വാഭാവികമായിട്ടും. ഇച്ചിരി ഒന്ന് ആലോചിച്ച് നോക്കി. അള്ളാഹു ഇങ്ങനെ എല്ലാം മുൻകൂട്ടി തീരുമാനിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ ഇതോ ആ ഇതെന്ന് പറയാം. അതിനുള്ള ഉത്തരവല്ലേ നമ്മൾ ഇത്രയും പറഞ്ഞേ. മനുഷ്യ ജീവിതം കൊണ്ട് നമ്മൾ അള്ളാഹു ഉദ്ദേശിക്കുന്നത് നമുക്കറിയില്ല എന്ന്. ഇല്ലേ? ഇത്ര നേരം നമ്മൾ പറഞ്ഞ ഇതിന് ഉത്തരവാ. സാ ആ സ്വർഗമാണോ നരകമാണോ എന്ന്. ആം ആ അതാണ്. ഫംസീനാക്ക് ഒരു ക്ലാപ്പും കൂടെ കൊടുത്തരാം. ഇതാണ് ഞാൻ അടുത്ത ചോദ്യം നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ചത്. അങ്ങനെയാണെങ്കിൽ ഇതിന് നമുക്ക് മാറ്റാൻ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന്. ഇവിടെയാണ് എന്താണ് റസൂലുള്ളാഹി പറയുന്നത്, ദുആ എന്ന് പറയുന്നത് ലാ യറുദ്ദുൽ ഖദ്റ ഇല്ല ദുആ. ഖദ്റിനെ, ഒരാളുടെ ഖദ്റിനെ മാറ്റുന്നത് ദുആ അല്ലാതെ മറ്റൊന്നും മാറ്റില്ല. അള്ളാഹു നമുക്ക് ദുആ ചെയ്യാനുള്ള ഓപ്ഷൻ തന്നിട്ടുണ്ട്. ദുആ എന്ന് പറയുന്ന സാധനം നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുക. അള്ളാഹുവേ എനിക്ക് സ്വർഗം തരണേ പഠിച്ചോനെ, സ്വർഗം തരണേ പഠിച്ചോനെ, സ്വർഗം തരണേ അള്ളാഹുവേ, എന്നെ നല്ല ഹിദായത്ത് തരണേ. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈവൻ പോലും ചോദിക്കുന്നത്, റബ്ബനാ ലാ തുസിഗ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. നബിക്ക് ചോദിക്കേണ്ട വല്ല കാര്യമുണ്ടോ? പഠിച്ചോനെ, ഒരിക്കൽ ഹിദായത്ത് നൽകിയതിനു ശേഷം എന്നെ നീ ഹിദായത്തിൽ നിന്നും വഴിതെറ്റിച്ച് കളയല്ലേ പഠിച്ചോനെ. കാരണം നമ്മളാണ് തെരഞ്ഞെടുത്തതെങ്കിലും അള്ളാഹുവിന്റെ ആ നേരത്തെ പറഞ്ഞ സാധനം വേറെ വല്ല രീതിയിലാണെങ്കിൽ നമുക്ക് വേണ്ടത് എന്താണ്? ചോദിച്ച് മേടിക്കലാണ്, സ്വർഗം തന്നെയാണ്. അപ്പൊ നമ്മൾ ദുആ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് അനുകൂലമായ രീതിയിൽ വരും. അപ്പൊ അവിടെ വേറൊരു ചോദ്യത്തിനും കൂടെ ഇനിയൊരു ഓപ്ഷൻ ഉണ്ട്, വേറൊരു ചോദ്യം കൂടെ. അത് ചോദിക്കാൻ ആരല്ലോ. അങ്ങനെ നമ്മൾ ദുആ ചെയ്ത് മാറ്റിയാൽ, ഞാൻ അത്രയും പറഞ്ഞുതരാം, മാറ്റിയാൽ അത് എഡിറ്റ് ചെയ്യുവോ? മാഷാ അല്ലാഹ്, വെരി ഗുഡ് വെരി ഗുഡ്.
അത് എഡിറ്റ് ചെയ്യുമോ? അള്ളാഹു മുമ്പ് തന്നെ എഴുതി വെച്ചെന്ന് പറയുമ്പോൾ അള്ളാഹു നമ്മൾ ദുആ ചെയ്യുമോ? ഇവിടെയാണ് അതിന്റെയും കൂടെ നമ്മൾ പഠിക്കേണ്ടത്. ഒരടിമയ്ക്ക് അള്ളാഹു നരകം എഴുതുന്നു. ആ അടിമയുടെ പേരിൽ നരകമാണോ സ്വർഗമാണോ എഴുതിയതെന്ന് അടിമയ്ക്ക് അറിയില്ല. അള്ളാഹുവിന്റെ അറിവാണ്. പക്ഷെ ആ അടിമ വർഷങ്ങൾ കഴിഞ്ഞ് ഖുർആൻ ക്ലാസ്സിലൊക്കെ പങ്കെടുത്തു കഴിഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ അടിമ ദുആ ചെയ്ത് സ്വർഗം മേടിക്കുന്നു. അപ്പൊ ആ അടിമ സ്വർഗത്തിൽ എത്തുന്നു. അപ്പൊ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ആദ്യം നരകത്തിൽ എഴുതുകയും പിന്നെ അടിമ ദുആ ചെയ്ത് കഴിയുമ്പം അള്ളാഹു അതിന് സ്വർഗം മാറ്റി കൊടുക്കുന്നു. അതാണ് അള്ളാഹുവിന്റെ അറിവ്. അതായത് ഒരു പെൻസിൽ കടയിൽ നിന്നും വാങ്ങിക്കൊണ്ട് വരുന്നു, കൊണ്ടുവരും പുതിയ പെൻസിലാണ്, അത് താഴെ വീണ് പൊട്ടുന്നു. പൊട്ടിക്കഴിയുമ്പം ആ പൊട്ടിയിടത്ത് നിന്ന് മൊനയിട്ട് വെട്ടി പുതിയ പഴയ പെൻസിലാക്കിയിട്ട് അതുകൊണ്ട് ചിത്രം വരയ്ക്കുന്നു എന്ന് തന്നെ ഒരാൾ അറിഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ആദ്യം തന്നെ അറിഞ്ഞു വെച്ചിരിക്കുന്നു. ഇടയ്ക്ക് എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഈവൻ ഇത്രയാണ്, നമ്മൾ എന്തൊക്കെ പറയും, എന്തൊക്കെ പ്രവർത്തിക്കും, എന്തൊക്കെ ചെയ്യും എന്നതെല്ലാം അള്ളാഹു അറിയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അള്ളാഹു നമ്മളെ പോലെ മനുഷ്യനല്ല. ഭാവി അറിയാൻ വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ഇവൻ സ്വർഗത്തിൽ പോവോന്ന് കുറച്ചു കാത്തിരിക്കേണ്ട. അള്ളാഹു ജസാഖല്ല എക്സാമ്പിൾ പഠിച്ചോൻ തരുന്ന എക്സാമ്പിളാ. അള്ളാഹിനെ കുറിച്ച് പറയുമ്പോൾ അള്ളാഹ് തന്നെ എക്സാമ്പിൾ തരണ്ടേ. അപ്പൊ അള്ളാഹുവിന് കാത്തിരിക്കേണ്ട ആവശ്യമില്ല. അത് അള്ളാഹുവിന്റെ കുഴപ്പമല്ല, അത് അള്ളാഹു ആയതുകൊണ്ട് അള്ളാഹ് അറിഞ്ഞോട്ടെ. നമുക്ക് എന്നാ വിഷയം? നമുക്ക് ചെയ്യേണ്ടത് എന്താ? നന്മ ചെയ്യാം. നമ്മള് ബോധപൂർവമാണ്. നമ്മളെ ഇങ്ങനെ നോക്കിയാൽ ഇങ്ങനെയും കൂടെ സംഭവിക്കത്തില്ല. നിങ്ങൾ ഉറക്കത്തിൽ വന്നിട്ട് വിളിച്ചിട്ട്, എടി ഷീബെ എഴുന്നേറ്റേ, ഞാൻ നിന്നെപ്പറ്റി കിതാബിൽ എഴുതി വെച്ചത് സ്വർഗമായിരുന്നു, ഖുറാൻ ക്ലാസ്സിലൊക്കെ പോകാത്ത തന്നെ, നീ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, മലക്കളെ കയ്യെ പിടിച്ച് വലിച്ചങ്ങോട്ട് ഇറക്കിയിട്ട് ഖുറാൻ ക്ലാസ്സിൽ കൊണ്ട് ഇരുത്തുവോ? ഇരുത്തില്ല. നിസ്കരിക്കാൻ വിടൂല. സ്വയം വേണേ ചെയ്തോണം. അതേപോലെ ബോധവാനാകണം. അതേപോലെ കള്ളു കുടിച്ച് മോശമായിട്ട് നടക്കുന്ന ഒരു വ്യക്തിയുടെ നിന്നെപ്പറ്റി ഞാൻ സ്വർഗമായിട്ട് എഴുതി വെച്ച്, നിങ്ങൾ നടക്കാൻ പാടില്ല, 2 മലക്കൾ വിളിച്ച് അറസ്റ്റ് ചെയ്യിപ്പിച്ച് പൊക്കി എടുത്തോണ്ട് പള്ളിയിൽ കൊണ്ട് ഇരുത്തുവോ? ഒരിക്കലും ഇരുത്തൂല. അത് നമ്മളാണ് തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ നമ്മളുടെ സ്വർഗവും നരകവും നമ്മൾ തന്നെയാണ് തിരഞ്ഞെടുക്കുന്നത്. പക്ഷെ അത് മുമ്പ് തന്നെ അള്ളാഹുവിനെ അറിയാം. അത് അള്ളാഹുവിന്റെ കാരുണ്യമാണ്. ഇതിന്റെ അകത്ത് നിങ്ങൾക്ക് പൂർണ്ണമായി ക്ലാരിറ്റി കിട്ടാത്ത ഒരു ഏരിയ കിടപ്പുണ്ടെന്ന് എനിക്കറിയാം. അത് എനിക്കും കിടപ്പുണ്ട്. അതാണ് ടിസ്റ്റ്. അവിടെയാണ് നമ്മൾ കാഫിർ ആകുവോ മുഅ്മിനായിട്ട് മുന്നോട്ട് പോകുമോ എന്ന് വെച്ചിരിക്കുന്ന പഠിച്ചാൽ വെച്ചിരിക്കുന്ന ഏരിയ. ഇതിന്റെ അപ്പുറത്തേക്ക് ഇത് പോവണ്ട. ഇതിനപ്പുറത്തേക്ക് പോയവരാണ് നിരീശ്വരവാദികൾ. കാരണം അള്ളാഹുവിന്റെ ബുദ്ധിയെയും അറിവിനെയും മാനുഷിക ബുദ്ധിയിൽ കൂട്ടിക്കെട്ടാൻ വേണ്ടി ശ്രമിക്കും. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പരിമിതി കൊണ്ട് അള്ളാഹുവിന്റെ സൃഷ്ടിയായ സൂര്യന്റെ കിരണത്തെ പോലും നമുക്ക് 2 സെക്കൻഡിന് മുകളിൽ നോക്കി നിൽക്കാൻ കഴിയില്ല. അപ്പോൾ അള്ളാഹുവിന്റെ ഇത്തരം തീരുമാനങ്ങളെ നമുക്ക് ഉൾക്കൊള്ളുന്നതിന് പരിമിതിയുണ്ട്. അത് ഉൾക്കൊള്ളാൻ പറ്റും. അങ്ങനെയും പറയാം. ബിമാ താഴ്മലും പറയാൻ പറ്റില്ല. അള്ളാഹു അഅലം എന്ന് പറയാം. എല്ലാം അറിയുന്നത് അള്ളാഹു ആണ്. ഇനി ഇതുമായിട്ടൊരു ഹദീസും കൂടെ പറയാം. വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു ഹദീസും കൂടെ. അതുകൊണ്ട് നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു പറയുകയാണ്, ദുആ പറഞ്ഞല്ലോ, ദുആ. ഇവിടെ നിങ്ങൾ ദുആ ചെയ്യുമ്പോൾ ചില ആളുകൾക്ക് സ്പോട്ടിൽ കിട്ടും, ചില ആളുകൾക്ക് ദുആ സ്വീകരിക്കൂല. അപ്പൊ ദുആ നമ്മുടെ ഖദറിനെ മാറ്റും എന്ന് പറഞ്ഞപ്പം ഒരിക്കലും ഒരു മനുഷ്യന്റെ ദുആ എന്ത് ചെയ്യുന്നില്ല, നഷ്ടപ്പെടുന്നില്ല. അത് നിങ്ങൾ എഴുതി വെച്ചോ. നമ്മളുടെ പ്രാർത്ഥന ഉജീബു അസ്തജീബു ലക്കും, നിങ്ങൾ എന്നോട് ദുആ ചെയ്യൂ, ഞാൻ നിങ്ങൾക്ക് മറുപടി നൽകാം എന്ന് പറഞ്ഞു തന്ന അള്ളാഹു എന്തുകൊണ്ടാണ് നിങ്ങളുടെ ദുആ സ്വീകരിക്കാത്തത്, പല ആളുകളുടെയും ദുആ സ്വീകരിക്കാത്തത്? അതിനുള്ള മറുപടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇനി പറഞ്ഞു തരുന്നത്. മാമിൻ മുസ്ലിമിൻ, ഒരു മുസ്ലിമും യദ്ഉല്ലാഹ ബിദഅവത്തിൻ, ദുആ അള്ളാഹുവിനോട് ചെയ്താൽ ആ ദുആ സ്വീകരിക്കാതെ പോകുന്നില്ല. ലൈസ ഫിഹ ഇസ്മുൻ വലാ ഖതിഅത്തു റഹ്മിൻ, 2 കാര്യങ്ങൾ ആ ദുആയിൽ ഉൾപ്പെട്ടാൽ മാത്രമേ ആ ദുആ സ്വീകരിക്കാതെ പോകുന്നുള്ളൂ. 2 കാര്യങ്ങൾ. ഒന്ന്, ലൈസ ഫിഹ ഇസ്മുൻ, ആ ദുആയിൽ ഇസ്മ കാണാൻ പാടില്ല. ഇസ്മ എന്ന് പറഞ്ഞാൽ പാപം. പാപം നടക്കാൻ വേണ്ടി ദുആ ചെയ്യരുത്. ഇപ്പോ ഒരാള് ഒരു പെണ്ണിനെ പ്രേമിക്കുവാണ്, അല്ലെങ്കിൽ ഒരു പുരുഷനെ പ്രേമിക്കുകയാണ്. പ്രണയം എന്ന് പറയുന്നത് എന്താണ്? ഹറാമാണ്. അത് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതിനെ ഹലാലാക്കാം. ഒരാളോട് പ്രണയം തോന്നിക്കഴിഞ്ഞാൽ എങ്ങനെ ഹലാലാക്കാം എന്നുള്ളതിന് വേറെ വശങ്ങളൊക്കെ ഉണ്ട്. ആ രീതി അല്ലാതെ അയാള് ഹറാമിൽ തന്നെ നിക്കാഹിലൂടെയൊക്കെയാണ് ഒരു ബന്ധം എന്താകുന്നത്, ഹലാലായി വരുന്നത്. എനിക്ക് അയാളുമായി ഒളിച്ചോടാൻ പറ്റണേ, അയാളുമായി ഒന്നിച്ച് ജീവിക്കാൻ പറ്റണേ. അവിടെ ഇസ്ലാമിന്റെ വിധികളെ മുമ്പിൽ വെച്ചല്ല, എനിക്ക് അയാളെ സ്വന്തമാക്കാൻ പറ്റണേ,
ഈ പ്രാർത്ഥന ഒരിക്കലും സ്വീകരിക്കൂല. കാരണം എന്താ? അത് ഇസ്മാണ്, ശരീഅത്ത് വിധിക്ക് എതിരാണ്. എനിക്ക് വഴിയിൽ കിടന്ന്, എനിക്ക് ജോലിയില്ല, പൈസയില്ല, 10 പൈസ കയ്യിലില്ല, അള്ളാഹു എനിക്ക് ആരുടെയും മിസ്സായി പോകുന്ന വഴിയിൽ വെച്ച് വല്ല സ്വർണ്ണവും കിടന്ന് കിട്ടണേ, രൂപ വല്ലതും കിടന്ന് കിട്ടണേ, ഇങ്ങനെ ദുആ ചെയ്യണം. അത് ഹറാമാണ്. ഒരിക്കലും നമുക്ക് കിട്ടിയാൽ പോലും എടുക്കാൻ കഴിയില്ല, സ്വീകരിക്കൂല. മറ്റൊന്ന്, നമ്മൾ സമ്പാദിക്കുന്നത് ഹറാമാണ്. നമ്മളുടെ ബാങ്കിലൊക്കെ ജോലി ചെയ്യുക, അതേപോലെ പലിശയുമായിട്ട് ബന്ധപ്പെട്ട മറ്റുള്ളവരെ പറ്റിച്ച് വെട്ടിച്ച് തട്ടിച്ചുള്ള സമ്പാദ്യമാണ്. അതിലൂടെയാണ് നമ്മുടെ വസ്ത്രം, നമ്മുടെ ആഹാരം, നമ്മുടെ മക്കൾ വളർന്നു വരുന്നത്. അവര് പള്ളിയിൽ പോയിരുന്നിട്ട് ചങ്ക് പൊട്ടി ദുആ ചെയ്യുക, ഒരു രക്ഷയില്ല, നോട്ട് അക്സെപ്റ്റബിൾ ആണ്. ആലോചിക്കുക വേണ്ട. കാരണം ഹറാമ, ഡയറക്റ്റ് ഹദീസ് ഉണ്ട്. ഒരാള് പാറിപ്പറന്ന തലമുടിയും മുഷിഞ്ഞ വസ്ത്രവുമായി ഇരുകരങ്ങളും ഉയർത്തി അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു. അവന്റെ ദുആ സ്വീകരിക്കുന്നില്ല. കാരണം എന്താണ്? അവന്റെ വസ്ത്രം ഹറാമാണ്, ഭക്ഷണം ഹറാമാണ്, അവന്റെ സമ്പാദ്യം ഹറാമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു ത്വയ്യിബായത് മാത്രമേ സ്വീകരിക്കത്തുള്ളൂ. അള്ളാഹുവിന്റെ ത്വയ്യിബല്ലാത്തത് വേണ്ട. ത്വയ്യിബായ സാധനം വേണം. ദുആ പോലും ത്വയ്യിബാകണമെങ്കിൽ സമ്പാദ്യം വളരെ കുറച്ച് സമ്പാദിച്ചിട്ടുണ്ടെങ്കിലും ഇത് ഹലാലായിട്ടേ സമ്പാദിക്കാവുള്ളൂ. ഹറാമായിട്ട് സമ്പാദിച്ചിട്ട്, എന്റെ പൊന്നുമക്കളെ, നിങ്ങൾ ഹജ്ജിന് കഅബയുടെ കില്ല കെട്ടിപ്പിടിച്ച് ദുആ വിളിച്ചിട്ടും ഒരു കാര്യമില്ല, സ്വീകരിക്കില്ല. അതിന്റെ പ്രതിഫലം അള്ളാഹു പെൻഡിങ്ങിൽ വെക്കും. പെൻഡിങ്ങിൽ വെച്ചിട്ട് എടുക്കത്തില്ല. എന്നാണോ അവൻ അതിൽ നിന്നും പൂർണ്ണമായി ഒഴിഞ്ഞു മാറുന്നത് മരിക്കുന്നതിന് മുമ്പ്, അങ്ങനെയാണെങ്കിൽ പടച്ചവൻ എല്ലാം അതിനെ സ്വീകരിക്കും. എന്നിട്ട് എന്റെ പഴയതെല്ലാം സ്വീകരിക്കണമെന്ന് സ്വീകരിക്കും. നിലപാട് മാറ്റാതെ ചെയ്തു കഴിഞ്ഞാൽ പരലോകത്ത് അത് കണ്ടുമുട്ടാൻ പറ്റില്ല, വേസ്റ്റ് ആയി പോകും. ബിസിനസ്. ചോദ്യം ചോദിച്ച ആള് വെളിയിൽ പോയല്ലേ? വേറെന്തോ ചോദിക്കാൻ പറയാൻ വേണ്ടി വന്നായിരുന്നു, ഞാൻ മറന്നുപോയി. അതുമായിട്ട് കണക്ഷൻ ഉള്ള സാധനം. ഹലാല് മാത്രമല്ല സ്വീകരിക്കുന്നത്, ഹലാലും തൊയ്യിബും. ഹലാല് തൊയ്യിബ രണ്ടും കൂടെ വരണം. ഹലാലും ആകണം, അത് തൊയ്യിബും ആകണം. അതെന്താന്ന് വേർതിരിച്ച് പറഞ്ഞുതരാം. ഇറച്ചിയെ, ആടിനെ തല്ലിക്കൊന്നു കഴിഞ്ഞാൽ അത് ഹലാലല്ല, ഹറാമാണ്. അപ്പൊ ആടിനെ അറുക്കണം, അപ്പൊ അത് ഹലാലാണ്. പക്ഷെ ആടിനെ കട്ടോണ്ട് വന്നു, തസ്നി കട്ടോണ്ട് വന്നു, എന്നിട്ട് അറുത്തു, ഷഹാദ് കരീം പറഞ്ഞു, അല്ല ബിസ്മി പറഞ്ഞ അറുത്തു, അപ്പൊ അത് ഹലാലാണ്. പക്ഷെ ഇറച്ചി തൊയ്യിബല്ല, ഹറാമാണ്. മുതല് കട്ടതാണ്, പക്ഷെ അറുത്ത രൂപം ഹലാലാണ്. അതുകൊണ്ട് ഹലാലും തൊയ്യിബുമായാൽ മാത്രമേ പടച്ചവൻ സ്വീകരിക്കത്തുള്ളൂ. ഏതും, ഈവൻ നമസ്കാരം പോലും, എല്ലാം നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും അതിന്റെ കുബൂലിയത്തിന് ഹസന എന്ന് പറയുന്നത് ഹലാലായിരിക്കണം, തൊയ്യിബായിരിക്കണം. വല്ലാത്തൊരു സാധനമാണ് കേട്ടോ. പടച്ചവൻ അല്ലാത്ത പിടിക്കൂല. അള്ളാഹു തന്നെ തൊയ്യിബാണ്. അപ്പം അള്ളാഹ് തരുന്ന തൊട്ടടുത്തിരിപ്പുണ്ട്. അള്ളാഹ് വേണേ ചോദിച്ചു നോക്കിയോ, വല്ലാത്തൊരു സാധനം പഠിച്ചനെ നീന്ന് ഇത്രയും നാള്. ഏ ആ എന്നാന്ന് ഷിർക്ക് മാറാനോ? ആ വെയിറ്റ് വെയിറ്റ് ചോദിച്ചോട്ടെ. അവരുടെ ഈ ഷിർക്ക് നിന്ന് മാറാൻ വേണ്ടി അവര് തന്നെ സ്വയം ദുആ ചെയ്യുന്നതാണോ, അതോ വേറെ ആരും ചെയ്യുന്നു അവർക്ക് വേണ്ടി? ഇപ്പൊ തന്നെ കഴിഞ്ഞില്ലേ?
നിൽക്കുകയെന്ന് പറഞ്ഞോട്ടെ. നമ്മുടെ ദുആടെ 3 പോയിന്റ് നമ്മൾ പറഞ്ഞിട്ടില്ല. അപ്പൊ ഇപ്പൊ ഈ പറഞ്ഞ സമയത്ത് അത് മദർ തെരേസ സിസ്റ്റം ആണത്. അതായത് SLC പരീക്ഷയ്ക്ക് 10 വിഷയം ഉണ്ടെങ്കിൽ 9 വിഷയങ്ങളിൽ എന്ത് ചെയ്തു, പരമാവധി മാർക്ക് ഏൺ ചെയ്തു. 10ാമത്തെ വിഷയത്തിൽ നിന്ന് സ്കൂളിൽ പോയില്ല, എക്സാം അറ്റൻഡ് ചെയ്തില്ല, അവനൊരിക്കലും SSLC ബുക്ക് കിട്ടത്തില്ല എന്ന് പറഞ്ഞതുപോലെ മെയിൻ ആയിട്ടും സ്വർഗത്തിൽ കയറണമെങ്കിൽ ഒരു സാധനമാണ് തൗഹീദ് എന്ന് പറഞ്ഞ സാധനം. അതിൻ്റെ അകത്ത് വൈറസ് കയറുകയും അള്ളാനെ മനസ്സിലാക്കുന്ന പോലെ മനസ്സിലാക്കാതെയും ബാക്കി ദാനധർമ്മങ്ങളും നമസ്കാരവും ഹജ്ജും ഉംറയ്ക്കൊന്നും ഒരു കുറവും വരുത്തിയില്ലാത്ത ഒരു വ്യക്തി. അപ്പൊ അവർ ദുആ ചെയ്യുന്നു. അവർ ദുആ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അവർക്ക് സ്വർഗം കിട്ടണമെന്ന്. സ്വർഗം കിട്ടണേ തന്നെങ്കിൽ എങ്ങനെയാണ് അമല് ചെയ്യേണ്ടത്? അല്ലദീന ആമനു വാമിനു സ്വാലിഹാത്ത് ജന്നാത്തിൻ നജ്രി നമ്മൾ പഠിച്ചുപോയി. ആമനു എന്താണ്? ഈമാൻ കാര്യം എന്താണ്? എങ്ങനെയാണ് അള്ളാഹുവിൽ വിശ്വസിക്കേണ്ടത്? അമലു സ്വാലിഹാത്ത് എങ്ങനെയാണ് സൽക്കർമ്മങ്ങൾ ചെയ്യേണ്ടത്? അപ്പൊ അവിടെ നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അധ്യാപകനായി സ്വീകരിക്കേണ്ടി വരും. ലഖദ് കാന ഫീ ഉസ്വതി റസൂലുള്ളാഹി ഹസന, ഉത്തമ മാതൃക. അപ്പൊ ഉത്തമ മാതൃകയുള്ള റസൂലുള്ളാഹിയുടെ ഹദീസുകളും ആയത്തുകളും എടുക്കുമ്പോൾ ഏതൊരു കർമ്മവും കർമ്മമായി അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ അതിന് 1-2 മെത്തഡോളജി ഉണ്ട്, രീതിശാസ്ത്രം. ഒന്ന്, അള്ളാഹ്ക്ക് വേണ്ടി ആയിരിക്കണം, അത് ഇവർ ഓക്കെയാണ്. ഏതാ? ചില കാര്യങ്ങളിൽ. 2, സെല്ലു, നിങ്ങൾ നമസ്കരിക്കൂ. റഅയ്തുമൂനി കമാ ഉസല്ലി, ഞാൻ എങ്ങനെയാണോ നമസ്കരിക്കുന്നത് അങ്ങനെ നിങ്ങൾ കണ്ടതുപോലെ നമസ്കരിക്കൂ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നപോലെ തന്നെ ആ കർമ്മം ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ ഉദാഹരണം, റമദാൻ നോമ്പ് കൊണ്ട് ഷവ്വാലി വെച്ചിട്ട് കാര്യമില്ല. സമാൻ ഒക്കണം, വഖത്ത് ഒക്കണം, ളുഹർ രാത്രി നിസ്കരിച്ചിട്ട് കാര്യമില്ല, പകല് നിസ്കരിക്കണം. അപ്പൊ ഒരാൾക്ക് തോന്നിയതുപോലെ ചെയ്യാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാതൃക ഇത്തിബാ റസൂലുള്ളാഹ് കൂടെ വരണം. രണ്ടും കൂടെ മിങ്കിൾ ചെയ്യുമ്പോഴാണ് കർമ്മം സ്വീകരിക്കുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ നിങ്ങൾ പറയുന്ന നന്മകളൊക്കെ ഓക്കെയാണ്. പക്ഷെ ഈമാൻ കാര്യത്തിൽ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുക, അള്ളാഹുവിനെ ആരാധിക്കുക എന്ന വിഷയത്തിൽ എങ്ങനെയാണ് എന്നുള്ള വിഷയത്തിൽ റസൂലിനെ ഇത്തിബാഗ് ചെയ്യുന്നത് തോറ്റുപോയി. റസൂലുള്ളാഹി പഠിപ്പിച്ചതിനപ്പുറത്തേക്ക് അവര് കുറെ മഹാന്മാരും കാരണവന്മാരും പഠിപ്പിച്ചതാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോ അവര് ദുആ ചെയ്യുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചു. അവർ ഈ വിഷയം മാറാൻ ദുആ ചെയ്യുന്നില്ല. അള്ളാഹുവെ എനിക്ക് റസൂലുള്ളാഹി പഠിപ്പിച്ചു തന്നതുപോലെ കർമ്മങ്ങൾ ചെയ്യാൻ പറ്റണേ എന്ന് അവരൊരിക്കലും ദുആ ചെയ്തിട്ടില്ല. അങ്ങനെയാണ് ഉറപ്പായിട്ടും അള്ളാഹു എന്ത് ചെയ്യും? അവരെ ആ ഹിദായത്തിന്റെ വഴിയിൽ ഈവൻ നമ്മുടെ ഖുർആൻ ക്ലാസ്സിലും എത്തിച്ചു കഴിയുമ്പോൾ അവർക്ക് 2 നിലപാട് സ്വീകരിക്കാം. ഒന്നുകിൽ എന്ത് ചെയ്യാം? അക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഡിഫൻഡ് മോഡാണ് ആക്കി ഞാനില്ല, പുതിയ പ്രസ്ഥാനം, പുതിയ ചർച്ച, ഞാനില്ല എന്ന തീരുമാനത്തിൽ അവർക്ക് എത്തിച്ചേരാൻ പറ്റും. ഇനി ഒരുപക്ഷെ സുഹ്റാത്തല്ലേ ചോദിച്ചേ, സുഹ്റാത്താന് ചിലപ്പോൾ അള്ളാഹ് തെരഞ്ഞെടുത്ത് കാണും അവരെ ഈ വിഷയം പറഞ്ഞു കൊടുക്കാൻ. ഈ വിഷയം പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ രണ്ടാലൊരു മോഡ് ഓൺ ചെയ്യും. ഒന്നുകിൽ സ്വീകരിക്കും, അല്ലെ പറയും വേണ്ട വേണ്ട, എന്നോട് പറയണ്ട, ഏത് ഖുറാനും ഏത് തെളിവും കാണിച്ചാലും കേൾക്കുന്നു. ഞാൻ ഗ്രൂപ്പിൽ ഉണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെല്ലാം സഹിയായ ഹദീസുകളും ഖുറാനായിട്ട് പറഞ്ഞു ഇൻഷാ അല്ലാഹ് അത് മുഴുവനും ഗ്രൂപ്പിൽ ഇട്ടേക്കാം. എല്ലാവർക്കും ഉപകാരപ്പെടും. അത് പഠിച്ചോളി, അത് പഠിക്കും. 100% അത് വേണം. അതില്ലാതെ ഫൈസാത്ത നടക്കുകയില്ല. നമ്മളിത് പോയി പറയുമ്പോ അവരുടെ മുമ്പില് വേറെ ആളുകൾ നിൽപ്പുണ്ടെങ്കിൽ അവർ നമ്മുടെ മുമ്പിൽ താഴുമെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ പറയരുത്. പ്രതിപക്ഷ ബഹുമാനം ഇമ്പോർട്ടന്റ് ആണ്. രഹസ്യമായിട്ട് അവർക്കൊരു സ്ഥാനം കൊടുത്തുകൊണ്ട് അതിന്റെ അതായത് നമ്മൾ നന്മ കൽപ്പിക്കുന്നതിന് 3 ഷർത്തുകൾ പറഞ്ഞായിരുന്നു. ഒന്നായി യക്കൂന ആലിമൻ, പറയുന്ന ആൾ ആ വിഷയത്തെ കുറിച്ച് ബോധേഡായിരിക്കണം, അത് അവന്റെ ജീവിതത്തിൽ കാണണം. ഷിർക്കിനെ കുറിച്ച് ഒഴിവാണ് പറയുന്നത്. അവൻ 5 നേരം നമസ്കരിക്കുന്നവനും ഷിർക്ക് എന്താണെന്ന് അറിയിക്കുകയും ഷിർക്കിൽ നിന്ന് വിട്ടു നിൽക്കുന്നവനായിരിക്കണം. അപ്പോൾ മാത്രമേ അതിന് പോസിറ്റീവ് എനർജി ഉണ്ടാകത്തുള്ളൂ. യക്കൂന ആലിമൻ. 2, റിഫ്ക് വേണം, കൈൻഡ്നെസ്. നമ്മൾ പറയുന്ന വ്യക്തിയെ ഇകഴ്ത്തി താഴ്ത്തിക്കൊണ്ട് വെറും പൊട്ടനാണ് എന്ന് പറഞ്ഞ രീതി കഴിഞ്ഞാൽ അവൻ ഒരിക്കലും നമ്മളെ മനസ്സിലാക്കൂല. അവൻ ഡിഫൻഡ് മോഡ് ഓണാക്കും, തിരിച്ച് ഇങ്ങോട്ട് ഉമ്മാക്കും പാപ്പാക്കും വിളിക്കും. അതുകൊണ്ട് പിന്നെ വിശേഷം അല്ലാണ്ട് സുഖാണോ, ഫുഡൊക്കെ കഴിച്ചായിരുന്നു, ക്ഷീണിച്ചല്ലോ, ഇച്ചിരി ക്ഷീണം ആണല്ലോ, നോമിന്റെ ഒക്കെ ആയിരിക്കും. ഇങ്ങനെ ഒന്ന് ചേർത്ത് പിടിച്ച് നിർത്തി ഒരു കെയറിങ് ഒക്കെ കൊടുത്തിട്ട് അവര് പറയുന്ന 1-2 നമ്മൾ അക്സെപ്റ്റ് ചെയ്തേക്കണം. നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഒക്കെ അതൊക്കെ സൈക്കോളജിക്കൽ മൂവ് ആണ്, ഒന്നും തഫ്സീറിലില്ല. ഒരാളെ കയ്യിലെടുക്കുന്നതാണ് നിങ്ങളുടെ ഹസ്ബൻഡിനെ പോലും നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അവരൊരു കാര്യം പറയുമ്പോൾ അങ്ങനെയാണല്ലേ, സംഭവം അങ്ങനെ നമ്മൾ അവരെ കൂടുതൽ പരിഗണിക്കുന്നു തോന്നുമ്പോൾ അവര് പിന്നെ ഉണ്ടല്ലോ
ഒരുപാട് നമ്മളിലേക്ക് പറയാൻ വേണ്ടി ശ്രമിക്കും. നമ്മൾ പറയുന്നത് അവർ കേൾക്കാനും ശ്രമിക്കും. അവർ പറയുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ നിൽക്കാൻ പാടില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ കൊണ്ടുവന്നതിന് ശേഷം അവർ റിഫ്ക് കൊണ്ടുവന്നു. മൂന്നാമത്തത് സ്വബറാണ്. അതായത് ഇവർ എങ്ങനെയും റിയാക്ട് ചെയ്യും. നമ്മൾ സത്യത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഖുർആൻ തന്നെ നമുക്ക് പറഞ്ഞു തരുന്ന തിയറി അവർ കൈ നീട്ടി സ്വീകരിക്കുമെന്നല്ല. അങ്ങനെയാണോ പറഞ്ഞേ? ഇപ്പൊ തന്നെ നമ്മൾ പഠിച്ചല്ലോ. അങ്ങനെയാണോ പറയണേ? അല്ല. അവർ തർക്കിക്കും. തർക്കിക്കും എന്ന് പറഞ്ഞാൽ അവർ വീട്ടിൽ നിന്ന് ഇറക്കി വിടും. നമ്മളെ വീട്ടിൽ ഇനി മേലെ ഈ കാര്യം പറഞ്ഞാൽ വീട്ടിലോട്ട് കയറിയേക്കലെന്ന് പറയും. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയും. അതിന് നമ്മൾ റിയാക്ഷനെ സബർ വേണം. ഏത് രീതിയിലും പ്രതികരണം വരാം. അവര് വാപ്പാക്ക് വിളിച്ചാൽ നമ്മൾ വലിയ വാപ്പാക്ക് വിളിക്കരുത്. കാരണം നമ്മൾ ദേവത്ത് ചെയ്യാനാണല്ലോ പോയത്. അപ്പൊ നമ്മള് നേരത്തെ സാഹിറാത്ത പറഞ്ഞ ആയത്ത് ഇന്നല്ലാഹു യഅലമു ബിമാ തഅമലൂൻ ഇവിടെ വാദം വെച്ചിട്ടാ. അപ്പൊ ഇതെല്ലാം പഠിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ? നന്മ കൽപ്പിക്കാൻ പോവാൻ. ഇൻഷാ അല്ലാഹ്. അവരോട് കാര്യങ്ങള് നമ്മുടെ ലക്കും ദീനുക്കും വലിയ ദീൻ മുമ്പ് നമ്മൾ പറഞ്ഞല്ലോ. നമ്മൾ ഒരിക്കലും അവരെ ബലാത്കാരമായിട്ട് വിളിച്ചു വരുത്ത അങ്ങനത്തെ ഒരു ഇസ്ലാം ഇല്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ. അള്ളാഹു ഇഷ്ടമില്ല അങ്ങനെ ബലമായിട്ട് എപ്പോഴും ടോർച്ചർ ചെയ്ത്. അല്ല, സൂറാത്താക്കള് മറുപടി പറഞ്ഞല്ലോ. നമ്മള് പറഞ്ഞല്ലോ. ഇനി ഫർസീനാണ് സംശയം. അതല്ല, സൂറാത്ത ചോദിച്ചതിനുള്ള ഉത്തരം കിട്ടിയില്ലേ? നമുക്ക് സമയം സമയം ഓവർ ആയതുകൊണ്ട് ഇൻഷാല്ല ഇതിന് ബാക്കി ടു ബി കണ്ടിന്യൂ. നിങ്ങൾ പ്രൊഡക്റ്റീവായിട്ട് ചർച്ച ചെയ്യണം. ഇതിന് ലാസ്റ്റ് ഫർസീന ചോദിച്ച ചോദ്യം വേറെ, സൂറാത്ത ചോദിച്ച ചോദ്യം വേറെ. സൂറാത്ത ചോദിച്ച ചോദ്യത്തിന് ഓൾറെഡി നമ്മൾ ദുആ സ്വീകരിക്കുന്നില്ലല്ലോ എന്നുള്ള. അപ്പൊ ദുആ സ്വീകരിക്കണേ പോലും നമ്മൾ ചെയ്യുന്ന പ്രവർത്തിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇത്തിബാ റസൂൽ വേണമെന്നുള്ള പറഞ്ഞു. അത് പറഞ്ഞു കൊടുക്കൽ നമ്മുടെ ഉത്തരവാദിത്തമാണ്. പറയേണ്ട രീതി പറഞ്ഞു എങ്ങനെയാന്ന് അക്സെപ്റ്റ് അവർ ചെയ്യട്ടെ, ചെയ്തില്ല. ഫർസീന ചോദിക്കുന്ന അതല്ല, ചുറ്റുവട്ടത്തുള്ള അറ്റ്മോസ്ഫിയർ ഫുള്ള് ഷിർക്കിയൻ അറ്റ്മോസ്ഫിയർ ആകുമ്പോൾ അവിടെ കിടന്ന് എങ്ങനെ ഒറ്റയ്ക്ക് പോരാടും എന്നുള്ളതാണ്. അവിടെ
നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഏറ്റവും വലിയ ബന്ധമാണ് മാതാപിതാ ബന്ധം എന്ന് പറയുന്നത്. സൂറത്ത് ലുക്മാനിൽ പഠിച്ചോൻ പറയുന്നത് ഇൻ ജാഹദാക അല അൻ തുശ്രിക ബി മാ ലൈസ ലക ബിഹി ഇൽമ, നിനക്കറിയാൻ പാടില്ലാത്ത വിഷയത്തിൽ നിന്റെ മാതാപിതാക്കൾ നിന്നെ ഷിർക്ക് ചെയ്യാൻ വേണ്ടി നിർബന്ധിക്കുകയാണെങ്കിൽ, നോക്കിയേ, നിന്നോട് അവർ ആണ്ടിലും എന്താണ് പറയുന്നത്, ആണ്ട് നേർച്ചയ്ക്കും ഉറൂസിനും ജാറത്തിലും മക്ബറത്തിലും തുടങ്ങിയ പല പരിപാടിക്കും ദീനിനുമായിട്ട് എതിരില്ലാത്ത വിഷയത്തിൽ തൗഹീദിന് വിരുദ്ധമായ രീതിയിൽ നിന്നെ ക്ഷണിക്കുകയാണെങ്കിൽ നീ എന്ത് നിലപാടാണ് എടുക്കേണ്ടത്? ഒരു കാരണവശാലും നീ ആ രണ്ടുപേരെയും അനുസരിച്ചു പോകരുത്. അവിടെ മാതാപിതാക്കളെ അനുസരിച്ചില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹു ഒരിക്കലും ചോദ്യം ചെയ്യുന്ന, ഈവൻ അപ്പൊ ഹസ്ബൻഡിനെ അനുസരിക്കേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലും അനുസരിക്കേണ്ട ആവശ്യമില്ല. മക്കളെ അനുസരിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. മാമാമാരെയും കൊച്ചാപ്പമാരെയും അനുസരിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നമുക്ക് ഏറ്റവും കൂടുതൽ കമ്മിറ്റ്മെന്റ് ഉള്ള രണ്ടുപേരെയാണ് പഠിച്ചവനോട് വെച്ചത്, മാതാപിതാക്കൾ. അതിന് താഴെയാണ് ബാക്കിയുള്ള ആളുകൾ. അവര് പറഞ്ഞു കഴിഞ്ഞാൽ പോയി പണി നോക്കാൻ നമുക്ക് പറയാൻ പറ്റും. പിന്നെ റസൂലുള്ളാഹി ഒരു കല്യാണത്തിന്റെ പോലും നമുക്ക് ഷർത്തുകൾ പറഞ്ഞു, ക്രൈറ്റീരിയ. നീ ആരെയാണ്, ഏത് കുടുംബത്തിലേക്കാണ് നീ ചെന്ന് കയറേണ്ടത്, ആരെയാണ് നീ വിവാഹം കഴിക്കേണ്ടത്, അതിന് 4 കാര്യങ്ങൾ പറഞ്ഞതാണ്. ദീൻ ഇമ്പോർട്ടന്റ് ആണ്. ദീൻ എന്ന് പറഞ്ഞ സാധനം ഫദ്ഫർ ബിദാത്തി ദീൻ എന്നാണ് ഹദീസ് അവസാനിപ്പിക്കുന്നത്. മതം എന്താണ്? മതത്തിന് സമ്പത്തില്ലേ പോലും, സൗന്ദര്യം കുറവാണെങ്കിൽ പോലും മതത്തിന് നീ പ്രയോറിറ്റി കൊടുക്കുക എന്ന് പറയുമ്പോൾ, മതം നമ്മൾ കല്യാണം കഴിച്ച് ജീവിക്കാൻ വേണ്ടി പോകുന്ന ആണാണെങ്കിലും പെണ്ണാണെങ്കിലും എന്താണ് മതം എന്ന് പഠിക്കണം, എന്താണ് തൗഹീദ് എന്ന് പഠിക്കണം. അപ്പൊ അതിന് പ്രയോറിറ്റി കൊടുക്കുന്ന, അത് മനസ്സിലാക്കിയ ഒരു ഇണയായിരിക്കണം, ഒരു കുടുംബക്കാരിയായിരിക്കണം, കുടുംബക്കാരനായിരിക്കണം എന്റെ പാർട്ട്ണർ ആകാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ അല്ലാത്ത ഒരാൾ ലൈഫ് പാർട്ട്ണർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പേരിൽ നിന്ന് ബന്ധം പോലും ഡിവോഴ്സ് ചെയ്ത് മാറി നിൽക്കുന്ന ആളുകളുണ്ട്. കാരണം അള്ളാഹു ആണ് അവർക്ക് മെയിൻ, അള്ളാഹു ആണ് പ്രധാനം. പിന്നെ ഞാൻ പറഞ്ഞത് കട്ട് ആൻഡ് റൈറ്റ് തീരുമാനമാണ് പറഞ്ഞത്. പിന്നെ ഇതിനകത്ത് ഇൻ കേസ് സംഭവിച്ചു പോയി, നമുക്ക് അത്രയും ബോധേഡ് അല്ലായിരുന്നു നമ്മൾ കല്യാണത്തിന് ശേഷമാണ് വിഷയങ്ങളൊക്കെ പഠിച്ചു വന്നത്. അപ്പൊ നമുക്ക് അള്ളാഹുവിന്റെ അപാരമായ കാര്യങ്ങൾ മനസ്സിലായി, ചുറ്റുപാടത്തുള്ളവർക്ക് മനസ്സിലായില്ല. അവിടെ നമ്മൾ ഫിറഔനും ആസിയ റളിയല്ലാഹു ആകുക എന്നുള്ളേ ഉള്ളൂ. ഫിറഔന്റെ കൊട്ടാരത്തിൽ ജീവിച്ച ആസിയ റളിയല്ലാഹു പക്ക ലേഡിയാണ്. സ്വർഗത്തിലെ ഒരു വീട് തന്നെ അള്ളാഹു കൊടുക്കുന്നതിന് മുതലാണ് മൂസാ നബി അലൈഹിസ്സലാമിനെ വളർത്തിയത്. ഫിറഔൻ എന്ന് പറയുന്നത് നിരീശ്വരവാദി മാത്രമല്ല, ഞാനാണ് ദൈവം, അന റബ്ബുക്കുമുൽ അഅ്ല, നിങ്ങളുടെ കൂടുതൽ അങ്ങനെ ഞാൻ റബ്ബാന്ന് പറയുന്നില്ലല്ലോ, റബ്ബിനെ പോയി ഷിർക്കുന്നില്ലല്ലോ, ഇത് ഞാനാണ് റബ്ബെന്നാണ് ആസിയ റളിയല്ലാഹുവിന്റെ ഹസ്ബൻഡ് പറഞ്ഞത്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ജീവിക്കാൻ പറ്റും എന്നാണ് ആ ചരിത്രം നമ്മളെ കാണിച്ചു തരുന്നത്. നമ്മൾ ഒതുങ്ങിക്കൂടുക, പറയാനുള്ള പറഞ്ഞു, വിളിക്കുമ്പോ ഞാൻ വരില്ല, കാരണം ഖുർആനും ഹദീസിനും എതിരാകുന്ന ഒരു സ്ഥലത്ത് എന്നെ കൊണ്ടുപോകാനാണെങ്കിൽ പറ്റില്ല. ഇനി അതിന്റെ പേരിൽ ഈ ബന്ധം ഉപേക്ഷിക്കാനാണോ? അള്ളാഹ്ക്ക് വേണ്ടിയല്ലേ. അതാണ് ജിഹാദ് എന്ന് പറയുന്നത്. അതിപ്പോ അവർ ബന്ധം ഉപേക്ഷിക്കാൻ തയ്യാറല്ല. അവര് നിന്റെ നിലപാട് എനിക്ക് മനസ്സിലായി, എന്റെ നിലപാട് നിങ്ങൾക്ക് മനസ്സിലായി, അപ്പൊ നമുക്ക് പരസ്പരം എന്ത് ചെയ്യണ്ട, കൊമ്പ് കോർക്കാതെ അഡ്ജസ്റ്റ്മെന്റിൽ ജീവിച്ചു പോകാം. ഒരു കുഴപ്പമില്ല. പഠിച്ചവന്റെ സഹായം വരും, ഒരുപാട് വരും. 100% കിട്ടും, കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. എന്ത് പഴയ കാലത്ത് അത് നമ്മൾ 99 വരെ കൊന്ന കഥയൊക്കെ പറഞ്ഞപ്പോ ഇല്ലായിരുന്നോ ഈ ക്ലാസ്സിൽ? ഇല്ലായിരുന്നോ? അപ്പൊ പിന്നെ ആ അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ പഠിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ ആ എല്ലാം ഓക്കെ അല്ലേ. അപ്പൊ ഇൻഷാ അല്ലാഹ് നല്ല നല്ല ക്ലാസ്, നല്ല ചർച്ചയായിരുന്നു. എല്ലാവരും നല്ല ഉണർവോട് കൂടി കാര്യങ്ങൾ മനസ്സിലാക്കി. എനിക്കും നല്ല ഉഷാറുണ്ട്. പക്ഷെ നോമ്പുക്ക് സമയമൊക്കെ ആയതുകൊണ്ട് നിർത്താൻ താല്പര്യമില്ല, അല്ലെങ്കിൽ ഇത് മണിക്കൂറോളം നീണ്ടു പോകുന്ന റെക്കോർഡ് ഖുർആൻ ക്ലാസ് ആയി പോയനെ. അള്ളാഹു നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു നൽകി അനുഗ്രഹിക്കുകയും ഖുർആൻ മനസ്സിലാക്കാനും ഖുർആൻ അനുസരിച്ച് ജീവിതത്തിൽ ജീവിക്കാനൊക്കെ ഉള്ള ഒരു തൗഫീക്കും സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. പള്ളിയുടെ ക്യാഷ് 1-2 ആളുകൾ രഹസ്യമായിട്ട് തന്നിട്ടുണ്ട്. അള്ളാഹു അവർക്ക് അവരുടെ എല്ലാ ഹലാലായ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കട്ടെ. അള്ളാഹു പരിശുദ്ധമായ ഒരു സദക്കയായിട്ട് പടത്തിന് അതിനെ സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.